കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സുവിശേഷ പ്രസംഗ യോഗങ്ങളുടെ പ്രഥമ രാത്രിക്കായി ആദ്യമായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ മീറ്റിംഗിന്റെ പ്രാരംഭ സമയം മുതൽ ഇതുവരെയും നാം വിവിധങ്ങളായ ആത്മീക അനുഗ്രഹങ്ങളെ ദൈവസന്നിധിയിൽ പ്രാപിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. പ്രാർത്ഥനയോടുകൂടെ സ്തുതിയോടുകൂടെ ദൈവസന്നിധിയിൽ ആയിരിക്കാനും ആത്മീക ഗീതങ്ങളെ പാടി ദൈവത്തെ ആത്മാവിൽ ആരാധിപ്പാനും ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കി തന്ന വിലപ്പെട്ട സന്ദർഭത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹീതമായ ഒരനുഭവ സാക്ഷ്യവും നാം ഇതിനോടകം ശ്രവിച്ചു കഴിഞ്ഞു. ഒരു കാലത്ത് ലോകത്തിൻ്റെ സന്തോഷങ്ങളിൽ ജീവിക്കുകയും കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ആ സത്യമായ പരിജ്ഞാനത്തെ ഗ്രഹിപ്പാൻ കഴിഞ്ഞപ്പോൾ ദൈവമാണ് ജീവിതത്തിൽ എല്ലാറ്റിനും എല്ലാമെന്ന് ഗ്രഹിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത് കർത്താവായ യേശുക്രിസ്തുവിനെ പിൻപറ്റുന്നതായ ഒരു അനുഗ്രഹീതമായ സാക്ഷ്യവും ഇതിനോടകം നാം ശ്രവിച്ചു കഴിഞ്ഞു. വീണ്ടും നാം ഏവരും പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കുകയാണെങ്കിൽ ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് തൻ്റെ വചനത്തിലൂടെ നമ്മോട് സംസാരിപ്പാൻ ഇടയായിത്തീരും. ദൈവമക്കളേവരും പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിൽ ആയിരിക്കാൻ താഴ്മയോടെ ഓർപ്പിക്കുന്നു. സംഭവബഹുലമായ ഒരു ലോകത്തിലാകുന്നുവല്ലോ നാം ഓരോരുത്തരും ജീവിക്കുന്നത് എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. ദിനങ്ങൾ കഴിയും തോറും ലോകത്തിൻ്റെ സ്ഥിതിവിശേഷങ്ങൾക്ക് മാറ്റമുണ്ടാകുന്നു. മനുഷ്യർക്ക് ഈ ലോകത്തിൽ ജീവിപ്പാൻ പര്യാപ്തമല്ലാത്ത സാഹചര്യങ്ങളിലേക്ക് ലോകം ഓടിയെത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ചുറ്റുപാടുകളിൽ നമുക്ക് കാണുവാൻ കേൾക്കുവാൻ കഴിയുന്ന സംഭവ വികാസങ്ങൾ മനുഷ്യന്റെ മനസ്സാക്ഷിയെ ഞെട്ടിപ്പിക്കുന്നതും മരവിപ്പിക്കുന്നതുമായ മൃഗീയമായ ക്രൂരമായ എത്രയോ സംഭവങ്ങൾ, ഒരു കാലത്ത് നാം കേട്ടിട്ടില്ലാത്തതും കണ്ടിട്ടില്ലാത്തതുമായ എത്രയോ സംഭവങ്ങളാകുന്നു ഈ കാലഘട്ടത്തിൽ നമ്മുടെ മുൻപിൽ നാം കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനുഷ്യർ മൃഗസമന്മാരായി തീർന്ന് മറ്റുള്ളവരെ കൊലപ്പെടുത്തുകയും ക്രൂരമായ രീതിയിൽ മറ്റുള്ളവരോട് പെരുമാറുകയും മനസ്സാക്ഷി മരവിച്ചുപോയ മനുഷ്യന്റെ ദിനംതോറുമുള്ള പ്രവൃത്തികൾ കണ്ടും കേട്ടുമാണ് നാം ഇന്ന് ജീവിക്കുന്നത്. ഇന്നത്തെ സാഹചര്യങ്ങൾ ലോകത്തിൽ മനുഷ്യന് ജീവിപ്പാൻ പര്യാപ്തമല്ല എന്നുള്ളത് നമ്മുടെ മുൻപാകെ നാം കാണുന്ന കേൾക്കുന്ന സംഭവങ്ങൾ നമ്മെ വിളിച്ച് ഓർപ്പിക്കുകയാണ്. എത്രയോ അതിക്രമങ്ങൾ, അനിഷ്ട സംഭവങ്ങൾ ദിനംതോറും നമ്മുടെ മുൻപാകെ നാം കേൾക്കുന്നു, കാണുന്നു. ചില ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരു വാർത്ത കേട്ടത്, ഇന്ത്യയിലുള്ള എല്ലാ വലിയ നഗരങ്ങളെക്കുറിച്ചും ഒരു വിശദമായ പഠനം നടത്തിയിട്ട് ആ പഠനത്തിന്റെ റിപ്പോർട്ട് ഇങ്ങനെ അവതരിപ്പിക്കുവാനിടയായി. ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട എല്ലാ പട്ടണങ്ങളെയും ആകെക്കൂടെ പഠിച്ചിട്ട് ഏറ്റവും കൂടുതൽ അതിക്രമങ്ങൾ നടക്കുന്നത് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ, ഗോഡ്സ് ഓൺ കൺട്രി, ദൈവത്തിന്റെ സ്വന്തം നാടെന്നൊക്കെ ഒരു കാലത്ത് നാം പറഞ്ഞിരുന്ന കേരളത്തിന്റെ മെട്രോപൊളിറ്റൻ സിറ്റിയായിട്ടൊക്കെ വളരുന്ന കൊച്ചി പട്ടണത്തിലാണ് അങ്ങനെയുള്ള അതിക്രമങ്ങൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നടക്കുന്നത് എന്ന് ഞാൻ ഞെട്ടലോടുകൂടെയാണ് വായിച്ചവസാനിപ്പിച്ചത്. അത് വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പാർക്കുന്നതും അങ്ങനെ ഒരു സ്ഥലത്താകുന്നുവല്ലോ എന്ന് കേട്ടപ്പോൾ ഹൃദയം വല്ലാതെ വേദനിക്കുവാനിടയായി. ഒരു കാലത്ത് ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് നാം അഭിമാനിക്കുകയും പറയുകയും ഒക്കെ ചെയ്തിരുന്ന ഈ മനോഹരമായ കേരളത്തിൽ ഇന്ന് അതിക്രമങ്ങൾ കൊണ്ടും ഭീകരന്മാരുടെ തേർവാഴ്ചയാൽ നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാനമായി നമ്മുടെ ഈ കൊച്ചു കേരളവും മാറിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയുള്ള എത്രയോ സംഭവങ്ങളാകുന്നു നമ്മുടെ മുൻപാകെ നടമാടിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള സംഭവ വികാസങ്ങളുടെ മധ്യത്തിൽ ദൈവവചനത്തെ ശ്രവിക്കുക എന്നുള്ളത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരനുഭവമാണ് എന്നുള്ളത് ഈ തരുണത്തിൽ ഞാൻ ഓർക്കുകയാണ്. ഇന്ന് രാത്രിയിലെ നമ്മുടെ അല്പസമയത്തെ ദൈവ വചന ധ്യാനത്തിനായി നമുക്ക് ഏവർക്കും നമ്മുടെ ശ്രദ്ധ ദൈവ വചനത്തിലേക്ക് കൊണ്ടുവരാം. അതിനാധാരമായി വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം നമുക്ക് വായിക്കാം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിന്റെ 8-ാമത് വാക്യം. ഞാൻ ആൽഫയും ഒമേഗയും ആകുന്നു എന്ന് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യേശുക്രിസ്തുവിന്റെ സാക്ഷ്യവും ദൈവ വചനവും നിമിത്തം
പത്മോസ് എന്ന ഏകാന്ത ദ്വീപിലേക്ക് നാടുകടത്തപ്പെട്ട അപ്പോസ്തലനായ യോഹന്നാനുണ്ടായ ആത്മവിവശതയിൽ ഭാവിയിൽ സംഭവിക്കുവാൻ പോകുന്ന വിഷയങ്ങളെ ദൈവം ആത്മാവിൽ പ്രകാശിപ്പിച്ചു കൊടുത്ത അനുഭവമാകുന്നു നമ്മുടെ വേദപുസ്തകത്തിലെ ഒടുവിലത്തെ പുസ്തകമായ വെളിപ്പാട് പുസ്തകമായി നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. 1-ാം നൂറ്റാണ്ടിൽ, ആദിമ നൂറ്റാണ്ടിൽ ദൈവസഭ പീഡനങ്ങളിലൂടെ കർത്താവായ യേശുക്രിസ്തുവിനെ പിൻപറ്റിയ ദൈവത്തിന്റെ ജനം പീഡനങ്ങളിലൂടെ കടന്നുപോയ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. ഏറെക്കുറെ അതിന്റെ പ്രാരംഭ സമയമെന്നുള്ളത് AD 64 തുടങ്ങി. നീറോ എന്ന ദുഷ്ടനായ ഒരു ചക്രവർത്തി റോമിനെ വാണുകൊണ്ടിരുന്നപ്പോൾ ക്രൈസ്തവ സഭയെ പീഡിപ്പിക്കുവാൻ, ദൈവജനത്തെ കൊന്നുമുടിപ്പാൻ അവൻ ആഗ്രഹിച്ചുകൊണ്ട് കഠിനമായൊരു പീഡനം അഴിച്ചുവിട്ടതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അനന്തരമായി 2-ാം പീഡനകാലം ക്രൈസ്തവ സഭയ്ക്ക് വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തിനുണ്ടായത് AD 80 മുതൽ 96 വരെയുള്ള കാലഘട്ടത്തിൽ റോമിനെ ഭരിച്ചിരുന്ന ഡൊമീഷ്യൻ എന്ന ചക്രവർത്തിയുടെ കാലത്താകുന്നു. ആ കാലഘട്ടത്തിൽ അനേക ദൈവഭക്തന്മാർ രക്തസാക്ഷികളായി തീരുവാൻ ഇടയായി. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യേശുവിന്റെ ചില അപ്പോസ്തലന്മാരും ദൈവഭക്തന്മാരായി ജീവിച്ച ആയിരക്കണക്കിന് ആളുകൾ ആ കാലങ്ങളിൽ കൊല്ലപ്പെടുവാൻ ഇടയായി. അങ്ങനെ ഇരിക്കവേ AD 90-നും 96-നും ഇടയ്ക്കുള്ള കാലഘട്ടത്തിൽ ദൈവഭക്തനായിരുന്ന യോഹന്നാനെ യേശുവിന്റെ ശിഷ്യന്മാരിൽ സ്നേഹത്തിന്റെ അപ്പോസ്തലൻ എന്നറിയപ്പെടുന്ന യോഹന്നാനെ കൊല്ലുവാൻ വേണ്ടി പിടിക്കുകയും മൃഗീയമായ രീതിയിൽ പീഡനം ഏൽപ്പിക്കുകയും ചെയ്തിട്ട് വേദപുസ്തകത്തിലില്ല. ചരിത്രകാരന്മാർ അവരുടെ എഴുത്തുകൾ പറയുന്നത് ഒരു കുട്ടകത്തിനകത്ത് എണ്ണ വെച്ച് തിളപ്പിച്ചിട്ട് തന്നെ തിളച്ചു മറിയുന്ന എണ്ണയിലേക്ക് ഇട്ടുപോലും ആ നിമിഷത്തിൽ ആ എണ്ണ തണുത്തു പോവുകയും യോഹന്നാൻ അപ്പോസ്തലന് യാതൊരു കേടും വരാത്തതിനാൽ ഡൊമീഷ്യൻ ചക്രവർത്തി ഭയപ്പെട്ട് രാജ്യദ്രോഹ കുറ്റവാളികളെ നാടുകടത്തുവാൻ വേണ്ടി അന്ന് റോമൻ സാമ്രാജ്യം ഉപയോഗിച്ചിരുന്ന പത്മോസ് എന്ന ദ്വീപിലേക്ക് തന്നെ ഒരു രാജ്യദ്രോഹ കുറ്റവാളിയെ പോലെ നാടുകടത്തുവാനിടയായി. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈജിയൻ കടലിന്റെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഏറെക്കുറെ 25 കിലോമീറ്റർ ചുറ്റളവിൽ കിടക്കുന്ന പാറക്കൂട്ടങ്ങൾ നിറഞ്ഞ ഒരു ഏകാന്ത ദ്വീപായിരുന്നു പത്മോസ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. യോഹന്നാൻ അപ്പോസ്തലൻ പത്മോസിന്റെ ഏകാന്തതയിലേക്ക് നാടുകടത്തപ്പെട്ടപ്പോൾ വയോധികനായ 90-ലധികം വയസ്സ് പ്രായമുള്ള യോഹന്നാൻ ബലഹീനനായിരുന്നുവെങ്കിലും ബലഹീനപ്പെട്ട യോഹന്നാന്റെ അടുക്കൽ തേജസ്കരിക്കപ്പെട്ട യേശു ഉയർത്തെഴുന്നേറ്റ തേജസ്കരണം പ്രാപിച്ച ക്രിസ്തു അവന്റെ മുൻപാകെ വെളിപ്പെടുകയും തനിക്ക് കൊടുത്തതായ വിവിധങ്ങളായ ആത്മവിവശതയിലൂടെ ഉണ്ടായ ദർശനങ്ങളുമാകുന്നു വെളിപ്പാട് പുസ്തകം എന്ന പേരിൽ നമ്മുടെ ബൈബിളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. വെളിപ്പാട് പുസ്തകത്തിന് അതിന്റെ മൂലഭാഷയിൽ വെളിപ്പാട് എന്നുള്ള വാക്കിന് കൊടുത്തിരിക്കുന്ന വാക്ക് അപ്പോക്കാലിപ്സിസ് എന്നാകുന്നു. അതിന്റെ അർത്ഥം മറഞ്ഞിരിക്കുന്ന എന്തൊന്നിനെയോ പുറത്തു കൊണ്ടുവരിക എന്നുള്ളൊരർത്ഥമാകുന്നു മൂലഭാഷയിൽ അതിന് കൊടുത്തിരിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ ഈ വെളിപ്പാട് പുസ്തകത്തെ നാം പഠിക്കുമ്പോൾ മറഞ്ഞിരിക്കുന്നതായ അനേക മർമ്മങ്ങളെ മനുഷ്യന്റെ മുൻപാകെ തുറന്നു കാണിക്കുന്ന ആത്മീക അനുഭവമാകുന്നു വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതിൽ നിന്ന് ഒരു വാക്യശകലമാണോ നാം ഇപ്പോൾ വായിച്ചു കേട്ടത്. ഇവിടെ നാം ഇങ്ങനെയാണ് വായിച്ചത്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ ഞാൻ ആൽഫയും ഒമേഗയുമാകുന്നു, ഇരുന്നവനും ഇരിക്കുന്നവനും വരുവാനുള്ളവനുമായ സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നത് എന്നാകുന്നു നാം അവിടെ വായിച്ചു കേട്ടത്. ആ വാക്യം വീണ്ടും ഒരിക്കൽ കൂടെ നമുക്ക് വായിക്കാം. ഞാൻ അൽഫയും ഒമേഗയുമാകുന്നു എന്ന് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. സർവശക്തിയുള്ള കർത്താവ് അരുളി ചെയ്യുന്നു. ഈ വെളിപ്പാട് പുസ്തകത്തിൽ നാം ഇപ്പോൾ വായിച്ചു കേട്ട ഈ വേദഭാഗത്തിന്റെ ശരിയായ പരിഭാഷയിൽ, ദൈവത്തിന് സ്തോത്രം, മൂലഭാഷയിൽ നിന്നും മറ്റും ശരിയായ നിലയിൽ വിവർത്തനം ചെയ്തിട്ടുള്ള മലയാളം വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ശരി തന്നെയാണ്. എന്നാലും അതിന്റെ ശരിയായ ഭാഷാന്തരത്തിൽ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്: ആയിരിക്കുന്നവനും ആകുന്നവനും വരുവാനിരിക്കുന്നവനുമായ സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നത്. ദൈവത്തിന് സ്തോത്രം. ആയിരിക്കുന്നവനും ആയിരുന്നവനും ഇനിയും വരുവാനുള്ളവനുമായ കർത്താവ് അരുളി ചെയ്യുന്നത്. ആ വാക്യത്തില് നമുക്ക് കാണുവാൻ സാധിക്കുന്ന പ്രാരംഭമായിട്ട് ഇങ്ങനെയാണ് പറയുന്നത്: ഞാൻ ആൽഫയും
ഒമേഗയുമാകുന്നു. ആൽഫയും ഒമേഗയും എന്ന് പറയുമ്പോൾ ചില വേദപുസ്തകങ്ങളിൽ അത് കഴിഞ്ഞിട്ട് ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു എന്നുണ്ട്. ഇംഗ്ലീഷ് ബൈബിൾ എടുത്ത് വായിച്ചാൽ അവിടെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് എന്ന് കൂടെ എഴുതിയിട്ടുണ്ട്. ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു. ആൽഫ ആൻഡ് ഒമേഗ എന്ന് പറയുമ്പോൾ ഗ്രീക്ക് അക്ഷരമാലയിലെ ആദ്യത്തെ അക്ഷരമാകുന്നു ആൽഫ എന്നുള്ളത്. അക്ഷരമാലയിൽ ഏറ്റവും ഒടുവിലത്തെ അക്ഷരമാകുന്നു ഒമേഗ എന്നുള്ളത്. ഇവിടെ ആൽഫ എന്നും ഒമേഗ എന്നും പറയുമ്പോൾ സർവശക്തനായ കർത്താവിനെ കുറിച്ച് അവിടെ പറയുന്നത് ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു. ഈ ദൈവവചന സന്ദേശത്തിന്റെ പ്രാരംഭത്തിൽ തന്നെ ഞാൻ കൂടി വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരോടൊന്ന് ഓർപ്പിച്ചു കൊള്ളട്ടെ, നിങ്ങളുടെ ജീവിതത്തിന്റെ ആരംഭവും അതിന്റെ അവസാനവും സർവശക്തനായ കർത്താവാകുന്നു. നിങ്ങളുടെ ജീവനെ, നിങ്ങളുടെ ആയുസ്സിനെ, നിങ്ങളുടെ ആത്മീക ജീവിതത്തെ കർത്താവായ യേശു തന്റെ ഉള്ളംകൈയിൽ വഹിച്ചിട്ടുള്ളതിനാലും വരച്ചിട്ടുള്ളതിനാലും ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യേശുവിനെ പിൻപറ്റുന്ന ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിന്റെ സകല ഉത്തരവാദിത്തങ്ങളും സർവശക്തനായ കർത്താവിനുള്ളതാകുന്നു. അവൻ ആദ്യനും അന്ത്യനുമാകുന്നു. അങ്ങനെ കൂടെ അതിനൊരു അർത്ഥമുണ്ടെന്ന് ഞാൻ പ്രാരംഭമായി ഒന്ന് ഓർപ്പിച്ചു കൊള്ളട്ടെ. അതിന്റെ അടുത്ത ഭാഗത്തേക്ക് വരുമ്പോൾ ഇപ്രകാരമാണ് വായിക്കുന്നത്: ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായ സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ ആയിരിക്കുന്നവനും ആയിരുന്നവനും വരുവാൻ ഉള്ളവനുമായ സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന, ക്രിസ്തു തന്നെ അരുളി ചെയ്യുന്ന ഒരു വാക്കാകുന്നു ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ആയിരുന്നവനും ഇപ്പോൾ ആകുന്നവനും ഇനിയും വരുവാനിരിക്കുന്നവനുമായ കർത്താവ്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ ഈ മൂന്ന് അനുഭവങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും: പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ. ഇങ്ങനെ മൂന്നനുഭവത്തിൽ താൻ മുമ്പാരായിരുന്നു, ഇന്ന് താൻ ആരായിരിക്കുന്നു, വരുംകാലങ്ങളിൽ ക്രിസ്തു ഇനി ആരാകും എന്നുള്ളതിനെ കുറിച്ച് വേദപുസ്തകം പഠിക്കുമ്പോൾ വളരെ വ്യക്തമായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിന്റെ പ്രാരംഭ ഭാഗത്തേക്ക് നാം ചിന്തിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം, ആയിരുന്നവനായ ക്രിസ്തു അല്ലെങ്കിൽ ഇരുന്നവനായ ക്രിസ്തു, മുൻപ് യേശു തമ്പുരാൻ ആരായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യേശുവിനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ പ്രധാനമായി രണ്ട് നിലയിൽ നമുക്ക് ചിന്തിപ്പാൻ ഇടയായി തീരണം. ഒന്ന്, ദൈവസമത്വത്തിൽ ദൈവത്തോടുകൂടെ സ്വർഗത്തിൽ ഉണ്ടായിരുന്ന ഈ പ്രപഞ്ചത്തിൽ കാണുന്ന സൃഷ്ടികളൊക്കെ ഉണ്ടാകുന്നതിന് മുന്നമേ സ്വർഗത്തിൽ അനാദിനിത്യതയിൽ പിതാവായ ദൈവത്തോടുകൂടെ ഉണ്ടായിരുന്ന ക്രിസ്തു. രണ്ട്, ഈ പ്രപഞ്ചം ഉണ്ടായതിനു ശേഷം നമ്മുടെ മുൻപാകെ വെളിപ്പെട്ടു വന്ന മനുഷ്യരൂപത്തിൽ ദാസനായി മനുഷ്യന്റെ വേഷമെടുത്ത് ഭൂലോകത്തിലേക്ക് അവതരിച്ച ദൈവപുത്രനായ ചരിത്രത്തിലെ ക്രിസ്തു. ഇങ്ങനെ രണ്ടു നിലയിൽ നമുക്ക് നമ്മുടെ കർത്താവായ യേശുവിനെ നമുക്ക് കാണുവാൻ സാധിക്കും. അതിന്റെ പ്രാരംഭമായി നാം നോക്കുമ്പോൾ ക്രിസ്തു മുൻപ് ആരായിരുന്നു? ദൈവത്തിന് സ്തോത്രം. ആയിരുന്നവനും അല്ലെങ്കിൽ ഇരുന്നവനും. ദൈവത്തിന് സ്തോത്രം. ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനൊന്നും നാം വായിച്ചു കേട്ടല്ലോ. ഇരുന്നവനായ ക്രിസ്തു മുൻപ് യേശു ആരായിരുന്നു എന്ന് പ്രാരംഭമായി ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് അല്പമായി ചിന്തിപ്പാനിടയായി തീരണം. ദൈവത്തിന് സ്തോത്രം. ദൈവം ആരായിരുന്നു അല്ലെങ്കിൽ ക്രിസ്തു ആരായിരുന്നു? ലോകത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവന്നാല് സാമാന്യമായ നിലയിൽ ഇന്ന് ലോകത്തിന് ക്രിസ്തുവിനെ കുറിച്ചുള്ളൊരു അറിവുണ്ട്. എന്തെന്ന് ചോദിച്ചാൽ 2000-ൽ പരം വർഷങ്ങൾക്ക് മുൻപ് മറിയം യോസഫ് ദമ്പതികളുടെ മകനായി ലോകത്തിൽ അവതരിച്ച ദൈവപുത്രനായ ക്രിസ്തു. ആത്മീയഗോളത്തിൽ അങ്ങനെ ഒരു അറിവുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ലോകത്തിൽ പൊതുവെ പലരും ചിന്തിക്കുന്നത് ഒരു ആധ്യാത്മിക മണ്ഡലത്തിലേക്ക് ഇറങ്ങി വന്ന ഒരു അത്ഭുത മനുഷ്യൻ, ദൈവത്തിന് സ്തോത്രം, അല്ലെങ്കിൽ ലോകത്തിൽ ഉയർത്തി പറയാവുന്ന പല വ്യക്തികളുടെയും കൂട്ടത്തിൽ ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു വ്യക്തി എന്നൊക്കെ പലരും ചിന്തിക്കുന്നു. എന്നാൽ ഈ പ്രപഞ്ച സൃഷ്ടിക്ക് മുന്നമേ, ഇങ്ങനെ ഈ ഭൂമിയെ മനോഹരമായി സർവശക്തനായ ദൈവം അലങ്കരിക്കുന്നതിന് മുന്നമേ, മനുഷ്യനെ ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാക്കുന്നതിന് മുന്നമേ ദൈവം അല്ലെങ്കിൽ ദൈവപുത്രനായ ക്രിസ്തു എവിടെയായിരുന്നു, അവൻ ഏത് അവസ്ഥയിലായിരുന്നു എന്ന് ദൈവത്തിന്റെ വചനം നാം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവന്നാൽ, യോഹന്നാന്റെ സുവിശേഷം പ്രാരംഭ അധ്യായം അതിന്റെ 18-ാം വാക്യം, 1-ാം അധ്യായം അതിന്റെ 18-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. അടുത്തതായിട്ട് പറയുന്നു, അവന്റെ മടിയിലിരുന്ന ഏകജാതനായ പുത്രനായ ക്രിസ്തു ദൈവത്തെ വെളിപ്പെടുത്തുന്ന വാക്യം ഒന്ന് വായിച്ചാട്ടെ.
ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ സൃഷ്ടികൾക്കൊക്കെ മുന്നമേ പ്രപഞ്ചത്തിൽ കാണപ്പെടുന്ന ജീവജാലങ്ങളെയും പ്രകൃതിയിലെ മനുഷ്യനെയും അല്ലെങ്കിൽ ഈ ലോകത്തിൽ കാണുന്ന സകല ചരാചരങ്ങളെയും ഉണ്ടാക്കുന്നതിനൊക്കെ മുന്നമേ ക്രിസ്തു ദൈവത്തോടുകൂടെ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ദൈവത്തോടുകൂടെ ക്രിസ്തു ഉണ്ടായിരുന്നത് എന്ന് നാം നോക്കുമ്പോൾ, സർവശക്തനായ ദൈവം ഈ പ്രപഞ്ചത്തെയും ഈ പ്രപഞ്ചത്തിൽ കാണുന്ന സകല ചരാചരങ്ങളെയും ഉണ്ടാക്കിയത് തന്റെ വാക്കുകൾ കൊണ്ടായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവൻ വാക്കുകൊണ്ട് ഉണ്ടാക്കി. ദൈവത്തിന് സ്തോത്രം. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഇല്ലായ്മയിൽ നിന്ന് സകലതും ഉളവായി വന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ ഉണ്ടാക്കുമ്പോൾ ഇപ്രകാരം പറയുന്നു, അനന്തരം നാം നമ്മുടെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ ഉണ്ടാക്കുക. നാമെന്നും നമ്മുടെ നിന്നും ബഹുവചന രൂപം ഉപയോഗിക്കുമ്പോൾ ദൈവം അവിടെ ഏകനാണെങ്കിലും ഏകനായ ദൈവത്തിന്റെ ഒരു ബഹുരൂപത്തെ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. ദൈവത്തിന് സ്തോത്രം. സ്വർഗത്തിലിരുന്ന ദൈവത്തിന്റെ ആ സൃഷ്ടി പരമ്പര ആരംഭിക്കുമ്പോൾ നാമെന്നും നമ്മുടേതെന്നും ദൈവത്തെ കുറിച്ച് പറയുന്നു. അപ്പോൾ ദൈവത്തോടുകൂടെ പുത്രനായ ക്രിസ്തു ഉണ്ടായിരുന്നു. ലോകത്തിൽ ആരും ഒരു നാളും ദൈവത്തെ കണ്ടിട്ടില്ലാതിരിക്കുമ്പോൾ അവന്റെ മടിയിലിരുന്ന ദൈവപുത്രനായ ക്രിസ്തു അവനെ വെളിപ്പെടുത്തുവാൻ വേണ്ടി ലോകത്തിലേക്ക് വന്നതായിട്ടാണ് വേദപുസ്തകം പറയുന്നത്. ഈ ലോകം ഉണ്ടാകുന്നതിന് മുന്നമേ, ഈ പ്രകൃതി ഈ നിലയിലൊക്കെ ഉളവായിത്തീരുന്നതിന് മുന്നമേ ദൈവപുത്രനായ ക്രിസ്തു ഉണ്ടായിരുന്നുവെന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വീണ്ടും നാം വന്നാൽ 17-ാം അധ്യായം യേശു ക്രിസ്തുവിന്റെ വിശ്വവിഖ്യാതമായ ഒരു പ്രാർത്ഥനയാകുന്നു. ദൈവത്തിന് സ്തോത്രം. ആ പ്രാർത്ഥനയുടെ ഭാഗത്ത് യേശു പ്രകാരം പറയുന്നുണ്ട്. 17-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവന്നാൽ യേശു ഇപ്രകാരം പിതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ പറയുന്നു, പിതാവേ, ലോകം ഉണ്ടാകുന്നതിന് മുന്നമേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വം. വായിച്ചാട്ടെ വാക്യം. ഇപ്പോൾ പിതാവേ, ലോകം ഉണ്ടാകും മുൻപേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തണം. എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ മഹത്വപ്പെടുത്തണമേ എന്നാകുന്നു അവിടെ കർത്താവായ യേശു ക്രിസ്തു പറയുന്നത്. ലോകം ഉണ്ടാകുന്നതിന് മുന്നമേ, ഈ പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുന്നമേ, ഈ ലോകം ഈ നിലയിലൊക്കെ സൃഷ്ടിക്കപ്പെടുന്നതിന് മുന്നമേ സ്വർഗസ്ഥനായ ദൈവത്തോടുകൂടെ അല്ലെങ്കിൽ പിതാവായ ദൈവത്തോടുകൂടെ ദൈവം ക്രിസ്തു മഹത്വ സമ്പൂർണനായി ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് കാണുവാൻ സാധിക്കൂ. എന്നാൽ ഇന്നത്തെ ലോകത്തില് ദൈവപുത്രനായ ക്രിസ്തുവിനെ ഉൾക്കൊള്ളുവാൻ, യേശുവിനെ വിശ്വസിപ്പാൻ തക്കവണ്ണം കഴിയാത്ത നിലയിൽ ലോകം മുൻപോട്ട് പോകുന്നത് നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. ദൈവപുത്രനായ ക്രിസ്തു അവനെ അംഗീകരിക്കാത്തതായ ഒരു സമൂഹം നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്. യേശു സാധാരണ ഒരു മനുഷ്യനായിരുന്നു. പാപത്താൽ ഉളവായ ഒരു ശരീരമാകുന്നു യേശുവിൻ്റെതെന്നും ദൈവത്തിന് സ്തോത്രം. സാധാരണ ഒരു മനുഷ്യൻ ലോകത്തിൽ ജീവിച്ചതുപോലെ ഒരു ജീവിതമായിരുന്നു യേശു ഈ ലോകത്തിൽ ചെയ്തിരുന്നത് എന്ന് വിശ്വസിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്ന സമൂഹങ്ങൾ ഇന്ന് ലോകത്തിൽ നമുക്ക് ധാരാളം കാണുവാനായിട്ട് സാധിക്കും. ദൈവത്തിന് സ്തോത്രം. പ്രധാനമായിട്ട് ഒരുപാട് വ്യക്തികൾ, ഒരുപാട് സംഘടനകൾ, ഒരുപാട് പേരെ നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ 1-2 വിഷയങ്ങൾ ഞാൻ നിങ്ങളുടെ ഓർമ്മയ്ക്കായിട്ട് നിങ്ങളുടെ മുൻപാകെ ഒന്ന് വയ്ക്കുവാൻ താല്പര്യപ്പെടുകയാണ്. ദൈവത്തിന് സ്തോത്രം. 1-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു വലിയ മഹാനായ മനുഷ്യനായിരുന്നു അറിയൂസ് എന്ന് പറയുന്നതായ ഒരു മഹാനായ മനുഷ്യൻ. വലിയ ജ്ഞാനിയും തത്വശാസ്ത്രങ്ങളൊക്കെ പറയുകയും ഒക്കെ ചെയ്തിരുന്ന അറിയൂസ് എന്ന് പറയുന്ന മഹാനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. താൻ ക്രിസ്തുവിനെ പറ്റി പറഞ്ഞത്, ക്രിസ്തു ഒരു ദൈവമൊന്നുമല്ല, ദൈവത്തിന് സ്തോത്രം, പാപത്താലുള്ളവായ ഒരു ശരീരമാണ് ക്രിസ്തുവിൻ്റെത്. കാലഗതികൾക്കനുസരിച്ച് മാറുകയും പാപത്തിനൊത്തവണ്ണം, പാപത്തിന്റെ മോഹങ്ങൾക്കൊത്തവണ്ണം പിടിക്കപ്പെടുകയും ചെയ്ത ഒരു ശരീരമായിരുന്നു യേശു ക്രിസ്തുവിൻ്റെതെന്ന് ദൈവത്തിന് സ്തോത്രം 1-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന അറിയൂസ് എന്ന് പറയുന്ന മഹാൻ പഠിപ്പിക്കുകയും ലോകത്തെ വിളിച്ചറിയിക്കുകയും ചെയ്തു. എന്നാൽ അറിയൂസ് എഴുതി ഉണ്ടാക്കിയ സിദ്ധാന്തങ്ങളൊക്കെ കാലാന്തരത്തിൽ ചവിട്ടുകൂട്ടയിലേക്ക് വലിച്ചെറിയപ്പെടുകയും പിന്നീട് താന് ഒരു ശരിയായ സുബോധത്തിന്റെ അവസ്ഥയിൽ പോലും മരിക്കുവാൻ തനിക്ക് കഴിഞ്ഞില്ല എന്നാണ് ചരിത്രകാരന്മാർ തന്നെ കുറിച്ച് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. മറ്റൊരു ചിന്താഗതി നാം നോക്കുമ്പോൾ നോസ്റ്റിക് മത ഉപദേശം എന്ന് പറയുന്നതായ ഒരു മതസംഘടനയും അവരുടെ ഉപദേശങ്ങളും ലോകത്തിൽ ശക്തിയായി പ്രബലപ്പെടുവാനിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം.
സ്തോത്രം. അവരിങ്ങനെയാണ് ലോകത്തെ പഠിപ്പിച്ചിരുന്നത്. തിന്മ ദൈവത്തിൽ നിന്നാണ് വരുന്നതെങ്കിൽ ദൈവം നന്മയിൽ പൂർണ്ണനല്ല. ദൈവത്തിന് സ്തോത്രം. തിന്മ ദൈവത്തിൽ നിന്ന് വരുന്നെങ്കിൽ ദൈവം നന്മയിൽ പൂർണ്ണനല്ല. ഇനിയും ദൈവം നന്മയുടെ ഉറവിടമാണെങ്കിൽ, നന്മയിൽ ദൈവം പൂർണ്ണനാണെങ്കിൽ, ഇങ്ങനെ തിന്മ നിറഞ്ഞൊരു ലോകത്തെ സൃഷ്ടിക്കുവാൻ ദൈവത്തിന് കഴിയുകയില്ല. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിക്ക് പിന്നിൽ മഹാദൈവത്തിന് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല എന്ന് നോസ്റ്റിക് മത ഉപദേശങ്ങൾ ലോകത്തിൽ പഠിപ്പിക്കുവാൻ ഇടയായി തീർന്നു. വിശുദ്ധ രേഖകൾ നാം പഠിക്കുമ്പോൾ, ബൈബിൾ പഠിക്കുമ്പോൾ, സർവശക്തനായ ദൈവമുണ്ടാക്കിയ ലോകം, ദൈവമുണ്ടാക്കിയതായ ഭൂമി, ഇന്നത്തെ ഈ പ്രപഞ്ചത്തെ ദൈവം പാപപങ്കുലമായ പാപത്തിന്റെ അന്തരീക്ഷത്തിൽ അല്ല, അല്ലെങ്കിൽ നോസ്റ്റിക് മത സിദ്ധാന്തം പറയുന്നത് പോലെ തിന്മ നിറഞ്ഞൊരു ലോകത്തെ ആയിരുന്നില്ല ദൈവം ഉണ്ടാക്കിയത്, നന്മ നിറഞ്ഞൊരു ലോകത്തെയായിരുന്നു ദൈവം ഉണ്ടാക്കിയത്. എന്നാൽ വീണുപോയ ദൂതന്മാരുടെയും ദൈവത്തിന് സ്തോത്രം പാപത്താൽ പിടിക്കപ്പെട്ട സാത്താന്റെ വഞ്ചനയിലൂടെ പിടിക്കപ്പെട്ട മനുഷ്യന്റെ പാപവും അവന്റെ അധാർമികമായ ജീവിതവും കൊണ്ട് ഈ ഭൂമി ഇങ്ങനെ പാപപങ്കിലവും അശുദ്ധവുമായി തീർന്നു എന്നാകുന്നു പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. അല്ലാതെ ദൈവമുണ്ടാക്കിയ ഭൂമി ഒരിക്കലും തിന്മ നിറഞ്ഞതോ അല്ലെങ്കിൽ അശുദ്ധികൾ കൊണ്ട് നിറഞ്ഞതോ തിന്മകളാൽ നിറയപ്പെട്ടതോ ആയിരുന്നില്ല എന്ന് ദൈവത്തിന്റെ വചനം നാം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കൂ. മാത്രമല്ല, നോസ്റ്റിക് മത ഉപദേശങ്ങൾ പറയുന്നത് ദൈവപുത്രനായ ക്രിസ്തു എന്നുള്ളത് ദൈവത്തിന് സമനല്ല, അവൻ കേവലം ഒരു മനുഷ്യനാണ്, ദൈവത്തിന്റെ ഒരു ശക്തിയുടെ ഒരു അനുഭവം മാത്രമാകുന്നു ക്രിസ്തു എന്ന് നോസ്റ്റിക് മത സിദ്ധാന്തങ്ങൾ പഠിപ്പിക്കുകയുണ്ടായി. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ബൈബിൾ നാം പഠിക്കുമ്പോൾ ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നു, ദൈവത്തോട് സമനായിരുന്നവൻ ദൈവസമത്വം മുറുകെ പിടിക്കാതെ താണലോകത്തിലേക്ക് ഇറങ്ങി വരികയും മനുഷ്യന്റെ വേഷമെടുക്കുകയും ചെയ്തു എന്നാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മാത്രമല്ല, ലോകത്തിൽ എത്രയോ സാഹിത്യകാരന്മാർ, എത്രയോ മഹാന്മാരായ ആളുകൾ എഴുന്നേറ്റ് ദൈവത്തിന് സ്തോത്രം ക്രിസ്തു ആരുമല്ല എന്ന് പഠിപ്പിക്കുവാൻ വേണ്ടി, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ, ശ്രമിച്ചു. എന്നാൽ അവരൊക്കെ പരാജയപ്പെട്ടു പോയതായി ദൈവത്തിന്റെ വചനവും ചരിത്രവും ഒക്കെ നാം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദൈവത്തിന് സ്തോത്രം. ചരിത്രത്തിന്റെ ഏടുകളിലേക്ക് നാം തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം സാഹിത്യകാരനായിരുന്ന ദൈവത്തിന് സ്തോത്രം കൻസസ് സക്കീസ് എന്ന് പറയുന്നതായ ഒരു മനുഷ്യൻ താൻ എഴുതിയ ചില ലേഖനങ്ങളിലൂടെ ദൈവത്തിന് സ്തോത്രം യേശുക്രിസ്തുവിന്റെ വ്യക്തിത്വത്തെ ഹനിക്കുവാൻ വേണ്ടി ദൈവത്തിന് സ്തോത്രം താൻ പുസ്തകങ്ങൾ എഴുതുകയും ലേഖനങ്ങൾ എഴുതുകയും ചെയ്തതായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. ദ ലാസ്റ്റ് ടെംപ്ടേഷൻ ഓഫ് ദ ക്രൈസ്റ്റ് എന്ന് പറയുന്ന തന്റെ ഗ്രന്ഥത്തില് യേശുക്രിസ്തുവിന്റെ വ്യക്തിത്വത്തെ വിവിധ നിലയിൽ ചോദ്യം ചെയ്തുകൊണ്ട് താൻ എഴുതുവാനിടയായി തീർന്നു. എന്നാൽ പൈശാചിക പ്രേരിതമായി താൻ എഴുതിയുണ്ടാക്കിയ ഗ്രന്ഥങ്ങൾ പലരും ഒരു കാലത്ത് അംഗീകരിച്ചെങ്കിലും പിൽക്കാലത്ത് അതെല്ലാം വലിച്ചെറിഞ്ഞു. എന്നാൽ ഈ കൻസസ് സക്കീസ് എന്ന് പറയുന്ന ഈ ഗ്രന്ഥകാരൻ 1957 മറ്റോ ആണെന്ന് തോന്നുന്നു, ഏറ്റവും ദാരുണമായ നിലയിൽ പിശാചിനാൽ ബാധിക്കപ്പെട്ടവനായി സാത്താന്റെ കിങ്കരന്മാർ തന്നെ അഗ്നികുണ്ഡത്തിലേക്ക് വലിച്ചു കൊണ്ടുപോയി തന്റെ ജീവിതം അവസാനിപ്പിക്കുവാൻ ഇടയായി തീർന്നു. ഇങ്ങനെ നാം ലോകത്തിലേക്ക് നോക്കുമ്പോൾ പ്രബലപ്പെട്ടു വന്നിട്ടുള്ള എത്രയോ സിദ്ധാന്തങ്ങൾ, എത്രയോ മത ഉപദേശങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ ഇതൊക്കെ യേശു ദൈവപുത്രനാണെന്നും അവൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന രക്ഷകനാണെന്നും മനുഷ്യൻ ലോകത്തിന്റെ മുൻപാകെ അടിവരയിട്ട് ഉറപ്പിക്കുകയല്ലാതെ അതിനെ ഇളക്കി ചിന്തിപ്പിക്കുവാനെന്ന് ലോകത്തിൽ ആർക്കും സാധിച്ചിട്ടില്ല. എന്നാൽ വീണ്ടും മറുഭാഗത്തേക്ക് നാം നോക്കുമ്പോൾ ലോകത്തിലെ പ്രശസ്തരായ എത്രയോ മഹാന്മാർ യേശുവിന്റെ ദൈവപുത്രത്വത്തെ അംഗീകരിക്കുകയും അവൻ ദൈവപുത്രനായി ലോകത്തിലേക്ക് അവതരിച്ചു എന്നുള്ളത് ദൈവത്തിന് സ്തോത്രം വളരെ വ്യക്തമായി പറയുകയും ഉണ്ടായി. 1-ാം നൂറ്റാണ്ടിൽ യേശുക്രിസ്തുവിന്റെ കാലത്തും മറ്റും ജീവിച്ചിരുന്ന ചരിത്രകാരനായ ജോസീഫസിനെ പറ്റി നാം പഠിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം ദ ജൂവിഷ് ഓഫ് ദ ആന്റിക്രിസ്റ്റ് എന്ന് പറയുന്ന തന്റെ ഗ്രന്ഥത്തില് യേശുക്രിസ്തുവിനെ പറ്റി ജോസീഫസ് പറയുന്നത്, യേശു എന്ന ജ്ഞാനിയായ ഒരു മനുഷ്യൻ ലോകത്തിൽ ജീവിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ജോസീഫസ് തന്റെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ വിളിച്ചു പറയുവാനിടയായി തീർന്നു. ഇനിയും യഹൂദന്മാരുടെ മതഗ്രന്ഥത്തെ നോക്കിയാൽ ലോകത്തിന്റെ മുൻപാകെ ദൈവപുത്രനായ ക്രിസ്തുവിനെ കാൽവറി ക്രൂശിൽ മരിക്കുവാൻ കൊല്ലുവാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രവർത്തിച്ച യഹൂദന്മാരുടെ മതഗ്രന്ഥമായ തൽമൂദ് നാം ഒന്ന് എടുത്തു പഠിച്ചാല് ദൈവത്തിന് സ്തോത്രം തൽമൂദിൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് വിവിധങ്ങളായ
വ്യത്യസ്തങ്ങളായ ഉപദേശങ്ങൾ പറയുന്നുണ്ടെങ്കിലും ക്രൈസ്തവ മാർഗത്തെപ്പറ്റി ദൈവപുത്രനായ ക്രിസ്തുവിന്റെ ദൈവത്വത്തെ അംഗീകരിക്കാത്ത പലതും പറയുന്നുണ്ടെങ്കിലും തൽമൂദിൽ എഴുതി വച്ചിരിക്കുന്ന വ്യക്തമായ ഒരു സത്യമുണ്ട്. ദൈവത്തിന് സ്തോത്രം. അത് ഇപ്രകാരമാകുന്നു: യഹൂദന്മാർ യേശു ക്രിസ്തുവിന് നേരെ കൈക്കൂലി കൊടുത്ത് 2 സാക്ഷികളെ നിർത്തി പെസഹ പെരുന്നാളിന്റെ തലേ രാത്രിയില് യേശു ക്രിസ്തുവിനെ ക്രൂശിൽ തറച്ചു കൊന്നുവെന്ന് തൽമൂദിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. യഹൂദന്മാരാണ് ക്രിസ്തുവിനെ കൊന്നതെങ്കിലും അവരുടെ മതഗ്രന്ഥമായ തൽമൂദിൽ യേശു ക്രിസ്തുവിനെ യഹൂദന്മാർ ചതിപ്രയോഗത്തിലൂടെ കൊന്നൊടുക്കിയെന്ന് വളരെ വ്യക്തമായി. അപ്പോൾ അതിന്റെ അർത്ഥം ക്രിസ്തു എന്നൊരുവൻ ജീവിച്ചിരുന്നുവെന്നും അവൻ ലോകത്തിൽ അവൻ കൊല്ലപ്പെട്ടുവെന്നും മരണപ്പെട്ടുവെന്നുള്ളതും യഹൂദന്മാരുടെ മതഗ്രന്ഥമായ തൽമൂദ് വിളിച്ചു പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. മാത്രമല്ല, ജാതികളുടെ ആ മധ്യത്തിലേക്ക് നോക്കുമ്പോൾ റോമൻ സാമ്രാജ്യം ലോകത്തിൽ ശക്തിപ്പെട്ടു വന്നതായ സമയത്ത് റോമൻ സാഹിത്യകാരനായിരുന്ന ചരിത്രകാരനായിരുന്ന ടാസിറ്റസ് എന്ന് പറയുന്ന ഒരു മഹാനെ നമുക്ക് കാണുവാൻ സാധിക്കൂ. അദ്ദേഹം തന്റെ ഗ്രന്ഥത്തിൽ ഇപ്രകാരമാകുന്നു വിളിച്ചു പറഞ്ഞിട്ടുള്ളത്. ദൈവത്തിന് സ്തോത്രം. നീറോ ചക്രവർത്തിയുടെ കാലത്ത് ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞല്ലോ, AD 64 ആണ്ടില് നീറോ ക്രൈസ്തവ സഭയെ പീഡിപ്പിച്ച സന്ദർഭത്തിൽ റോമിലുണ്ടായ ഭയാനകമായ തീപിടുത്തത്തിന്റെ ഉത്തരവാദിത്വം ക്രൈസ്തവരുടെ മേൽ, ദൈവഭക്തന്മാരുടെ മേൽ, ദൈവസഭയുടെ ആദിമ ദൈവസഭയുടെ മേൽ ചാർത്തിയിട്ട് ഏറെക്കുറെ 40,000-ഓളം ക്രിസ്ത്യാനികളെ അതിദാരുണമായി നീറോ കൊല ചെയ്യുവാനിടയായി തീർന്നു. ആ സംഭവത്തെ കുറിച്ച് ദൈവത്തിന് സ്തോത്രം റോമൻ ചരിത്രകാരനായിരുന്ന ടാസിറ്റസ് ഇപ്രകാരമാകുന്നു എഴുതിയത്: നീറോ എന്ന ചക്രവർത്തി ക്രൈസ്തവരെ കൊന്നൊടുക്കിയതിനെ കുറിച്ച് താൻ പറഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞു: അവരുടെ നേതാവായ യേശു എന്നൊരുവൻ ഉണ്ടായിരുന്നു. പീലാത്തോസ് എന്ന ഗവർണർ വിധിച്ച് മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്ത യേശു എന്ന ഒരു നേതാവായിരുന്നു അവരുടെ മുൻപിൽ നിന്നിരുന്നത് എന്ന് ടാസിറ്റസ് ചരിത്ര ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. മാത്രമല്ല, ഇന്ത്യയിലേക്ക് നോക്കിയാൽ, ആർഷഭാരതത്തിലേക്ക് നാം ഒന്ന് നോക്കിയാൽ, ദൈവത്തിന് സ്തോത്രം, പലതും സ്മൃതിമണ്ഡപമായി കിടക്കുന്ന നമ്മുടെ ഈ ആർഷഭാരതത്തില് മഹാന്മാരായ എത്രയോ ആളുകൾ എഴുന്നേറ്റ് വന്നിട്ടുള്ളത് നമുക്ക് കാണുവാൻ സാധിക്കും. 18-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ബ്രഹ്മസമാജത്തിന്റെ സ്ഥാപകനായിരുന്ന രാജാറാം മോഹൻ റോയ് എന്ന് പറയുന്ന ഒരു മഹാനെ കുറിച്ച് ഒരുപക്ഷെ നിങ്ങൾ എല്ലാവരും തന്നെ കേട്ടിട്ടുണ്ടായിരിക്കും. അദ്ദേഹം യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞത് ഇപ്രകാരമാകുന്നു. ബ്രഹ്മസമാജത്തിന്റെ സ്ഥാപകനായ രാജാറാം മോഹൻ റോയ് യേശുവിനെ കുറിച്ച് ഇപ്രകാരം പറയുകയുണ്ടായി: ദൈവത്തിന് സ്തോത്രം, പ്രകാശതുല്യമായ വിശുദ്ധനും ആട്ടിൻകുട്ടിയെ പോലെ നിർദോഷനും ദൂതന്മാരെക്കാൾ ഉന്നതനും ജാതികളുടെയും യഹൂദന്മാരുടെയും ഗുരുവുമായിരുന്ന ഒരുവനായിരുന്നു യേശു ക്രിസ്തു എന്ന് ബ്രഹ്മസമാജ സ്ഥാപകനായ രാജാറാം മോഹൻ റോയ് യേശു ക്രിസ്തുവിനെ കുറിച്ച് സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മാത്രമല്ല, നൂതന സമാജത്തിന്റെ സ്ഥാപകനായിരുന്ന കേശവ് ചന്ദ്രസൻ എന്ന് പറയുന്ന ഒരു മഹാനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അദ്ദേഹം വിളിച്ചു പറഞ്ഞത് ദുഷ്ടന്മാരുടെ ഇടയിൽ ദൈവരാജ്യം സ്ഥാപിക്കുവാൻ ഇറങ്ങി വന്നവനായിരുന്നു യേശു ക്രിസ്തു എന്ന്. ദൈവത്തിന് സ്തോത്രം. കേശവ് ചന്ദ്രസൻ ആ യേശു ക്രിസ്തുവിനെ കുറിച്ച് വിളിച്ചു പറയുവാനിടയായി. ഇങ്ങനെ ചരിത്രത്തിന്റെ ഏടുകളിലേക്ക് നോക്കിയാൽ, ലോകത്തിലേക്കൊക്കെ നമ്മുടെ ദൃഷ്ടി നാം പതിപ്പിച്ചാൽ, ഒരു ഭാഗത്ത് ക്രിസ്തുവിനെ അംഗീകരിക്കാത്ത മഹാന്മാരെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ അവരുണ്ടാക്കിയ പ്രസ്ഥാനങ്ങളും അവരുടെ ആശയങ്ങളും ഒക്കെ ലോകത്തിൽ ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴുമ്പോൾ, മറുഭാഗത്ത് തന്നെ ലോകത്തിന്റെ മുൻപിൽ ദൃഷ്ടാന്തമായി യേശു ക്രിസ്തുവിനെ അംഗീകരിക്കുന്ന, ഒരുപക്ഷെ ദൈവവുമായി ബന്ധമില്ലാത്ത, ക്രൈസ്തവ സഭകളുമായി ബന്ധമില്ലാതിരുന്ന മഹാന്മാരായ എത്രയോ ആളുകൾ യേശുവിനെ ലോകത്തിന്റെ മുൻപാകെ ഉയർത്തി കാണിച്ചിട്ടുണ്ട്. 1-2 സംഭവങ്ങൾ മാത്രമാകുന്നു ഞാൻ നിങ്ങളുടെ മുൻപാകെ നിരത്തിയത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യേശു ദൈവപുത്രൻ എന്നുള്ളത് ലോകത്തിന്റെ മുൻപാകെ അംഗീകരിക്കപ്പെട്ട വിഷയമാണ്. അത് നിരസിപ്പാൻ ആർക്കും സാധ്യമല്ല. അവൻ ആരായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ പിതാവായ ദൈവത്തിന്റെ മടിയിലിരുന്ന ഓമന കുമാരനായിരുന്നു. അത് മാത്രമല്ല, ഈ പ്രപഞ്ചത്തെ ദൈവം സൃഷ്ടിക്കുന്നതിന് മുൻപ് ദൈവത്തിന്റെ മഹത്വത്തിലിരുന്ന ദൈവപുത്രനായിരുന്നു എന്ന് ബൈബിൾ നമ്മെ ഓർപ്പിക്കുന്നു. ഇനി അവൻ എങ്ങനെയാണ് നിത്യതയിൽ ദൈവത്തോടു കൂടെ ഇരുന്നത് എന്ന് നാം ചിന്തിക്കുമ്പോൾ, യോഹന്നാൻ തന്നെ തന്റെ സുവിശേഷത്തിൽ ഇപ്രകാരം എഴുതി. 1-ാം അധ്യായത്തിന്റെ പ്രാരംഭ വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവപുത്രനായ ക്രിസ്തുവിനെ കുറിച്ച് യോഹന്നാൻ പറയുന്നു, ഇപ്രകാരമാണ് പറയുന്നത്: ആദിയിൽ വചനമുണ്ടായിരുന്നു. വായിച്ചാട്ടെ വാക്യം.
ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അടുത്തത്, അവൻ ആദിയിൽ ദൈവത്തോട് കൂടെയായിരുന്നു. ആദിയിൽ ദൈവത്തോട് കൂടെയായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോട് കൂടെയായിരുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു. വചനം അവൻ ആദിയിൽ ദൈവത്തോട് കൂടെയായിരുന്നു. ദൈവപുത്രനായ ക്രിസ്തുവിനെ കുറിച്ചാകുന്നു ഈ പറയുന്നത്. വചനം ആദ്യത്തിലേ ഉണ്ടായിരുന്നു, അനാദിയിലെ വചനമുണ്ടായിരുന്നു. ഈ വചനത്തെ കുറിച്ച് നാം പഠിക്കുമ്പോൾ ഈ വചനമായി ക്രിസ്തു ദൈവത്തോടു കൂടെ ഉണ്ടായിരുന്നു. അഥവാ ലോഗോസായി, തിയോസായ ദൈവത്തോടു കൂടെ, ലോഗോസായ വചനമായി ക്രിസ്തു അനാദി നിത്യതയിൽ ദൈവസന്നിധിയിൽ ഉണ്ടായിരുന്നു. ഇനി വായിച്ചു നിർത്തിയതിന്റെ അടുത്ത ഭാഗത്തേക്ക് നാം വരുമ്പോൾ ഈ സൃഷ്ടിപ്പിന്റെ വചനമായ ക്രിസ്തു നിത്യതയിൽ എന്തിനു വേണ്ടിയാണ് ഉണ്ടായിരുന്നത്? ആദിയിൽ അവൻ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അത് എന്തിനു വേണ്ടിയാണ് ഉണ്ടായിരുന്നത്? അടുത്ത വാക്യത്തിൽ പറയുന്നു, ഉളവായതൊന്നും അവനെ കൂടാതെയല്ല. ഈ പ്രപഞ്ചത്തിൽ ഉളവായ സകല സൃഷ്ടികളും, ഇന്ന് നാം കാണുന്ന ഈ മരങ്ങളും സസ്യലതാദികളും, ഭൂലോകത്തിൽ കാണുന്ന സകല മൃഗങ്ങളും, ജീവജലജന്തുക്കളും ഒക്കെ തന്നെ, നാം ഇന്ന് ലോകത്തിൽ ചരിക്കുന്ന സകല പ്രാണികളും, മനുഷ്യവർഗം ഒക്കെ തന്നെ, ദൈവത്തിന് സ്തോത്രം, ഉളവായത് അവനെ കൂടാതെയായിരുന്നില്ല, അവനോട് കൂടെയായിരുന്നു ഉളവായതെന്നാണ് വായിക്കുന്നത്. ആ ഭാഗം കൂടെ ഒന്ന് വായിച്ചാട്ടെ. സകലവും അവൻ മുഖാന്തരം ഉളവായി, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതൊന്നും അവനെ കൂടാതെയല്ല. ഈ പ്രപഞ്ചത്തിൽ ഉളവായതൊന്നും അവനെ കൂടാതെയല്ല. പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം ലോകത്തിൽ കാണുന്ന സകല സൃഷ്ടികളും ദൈവപുത്രനായ ക്രിസ്തുവിലൂടെയാണ് ഉളവായത്. അപ്പോൾ ആ വാക്യത്തിന്റെ പ്രാരംഭത്തിൽ നാം വായിച്ചത്, ആയിരുന്നവനും അല്ലെങ്കിൽ ഇരുന്നവനും. മുൻപ് യേശു ക്രിസ്തു ആരായിരുന്നു എന്നുള്ള അനുഭവത്തെ ചിന്തിക്കുമ്പോൾ അവൻ അനാദി നിത്യതയിൽ പിതാവായ ദൈവത്തോടുകൂടെ സൃഷ്ടിപ്പിൻ വചനമായിരുന്ന ലോഗോസായി അവൻ അനാദി നിത്യതയിൽ ഉണ്ടായിരുന്നു എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. എന്തിനാണ് യേശുക്രിസ്തു സൃഷ്ടിപ്പിൻ വചനമായി അനാദി നിത്യതയിൽ പിതാവിനോടുകൂടെ ഇരുന്നത്? ഈ പ്രപഞ്ചത്തിലെ സകല ജീവജാലങ്ങളെയും, ഇന്ന് ലോകത്തിൽ കാണുന്ന സൃഷ്ടികളെ, അത്യുന്നതനായ ദൈവത്തിന്റെ കരവല്ലവങ്ങളാൽ വിരചിതമായി പ്രപഞ്ചത്തിൽ കാണുന്ന സകല സൃഷ്ടികളെയും ഉളവാക്കുവാൻ വേണ്ടി ദൈവപുത്രനായ ക്രിസ്തു ലോഗോസായി സൃഷ്ടിപ്പിന്റെ വചനമായി അനാദി നിത്യതയിൽ സ്വർഗത്തിൽ പിതാവിനോടുകൂടെ ഉണ്ടായിരുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ നാം വായിച്ചത്, ഇരുന്നവനും, ദൈവത്തിന് സ്തോത്രം, ആയിരുന്നവനും. മുൻപ് യേശു ആരായിരുന്നു നോക്കുമ്പോൾ അവൻ അനാദി നിത്യതയിൽ, ദൈവത്തിന് സ്തോത്രം, സൃഷ്ടിപ്പിൻ വചനമായി ദൈവത്തോട് കൂടെ ഉണ്ടായിരുന്നു. ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞല്ലോ, രണ്ട് നിലയിൽ നമുക്ക് ചിന്തിക്കാം. ആദിയിൽ ദൈവം ആരായിരുന്നു? ഒന്ന്, നിത്യതയിൽ പിതാവിനോടുകൂടെ വചനമായി മറഞ്ഞിരുന്ന ക്രിസ്തു. രണ്ട്, ഈ ഭൂമിയിലേക്ക് മനുഷ്യരൂപത്തിൽ ഇറങ്ങി വന്നവനായ ക്രിസ്തു. ദൈവത്തിന് സ്തോത്രം. പൗലോസ്ലീഹ ഫിലിപ്പിയർക്ക് ലേഖനം എഴുതിയപ്പോൾ നമുക്കത് ഗ്രഹിപ്പാൻ കഴിയണമെങ്കിൽ യേശുവിന്റെ ഭൂമിയിലേക്കുള്ള ആഗമനത്തെ കുറിച്ച് പൗലോസ്ലീഹ പറയുമ്പോൾ ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവന്നാൽ 2-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു. വായിച്ചാട്ടെ, 6-7 വാക്യങ്ങൾ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസന്റെ രൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി. അവൻ മനുഷ്യനല്ല, അവൻ വേഷം കൊണ്ട് മനുഷ്യനായി വിളങ്ങി. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദൂതന്മാരുടെ ആരാധ്യ പുരുഷനായിരുന്ന ദൈവപുത്രനായ ക്രിസ്തു അനാദി നിത്യതയിൽ സൃഷ്ടിപ്പിൻ വചനമായി ലോഗോസായി തിയോസിനോടുകൂടെ ദൈവവചനമാകുന്ന ക്രിസ്തു അനാദി നിത്യതയിൽ ദൈവത്തോടുകൂടെ വസിച്ചവൻ. രണ്ടാമതായി മനുഷ്യരൂപത്തിൽ, വേഷത്തിൽ മനുഷ്യനായി, മനുഷ്യന്റെ വേഷമെടുത്ത് ഭൂമിയിൽ പ്രത്യക്ഷനായ ഒരനുഭവത്തെ കുറിച്ച് വേദപുസ്തകം നമ്മെ ഓർപ്പിക്കുന്നു. അത് ഇപ്രകാരമാണ് നാം വായിച്ചത്. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യന്റെ വേഷത്തിലേക്ക്, ദൈവത്തിന് സ്തോത്രം, മനുഷ്യന്റെ സാദൃശ്യത്തിലായിട്ട് ദാസരൂപമെടുത്ത് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദൈവപുത്രനായ ക്രിസ്തു. വിശുദ്ധ ബൈബിളിനെ നാം പഠിക്കുമ്പോൾ ഈ ബൈബിളിന്റെ ഏറെക്കുറെ 25% ദൈവത്തിന് സ്തോത്രം അതിലധികം പ്രവചനങ്ങളാൽ നിബിഡമായിരിക്കുകയാണ്. ലോകത്തിൽ കാണുന്ന മറ്റു മതഗ്രന്ഥങ്ങളെ പോലെ അല്ല. വിശുദ്ധ ബൈബിളിനെ നാം പഠിക്കുമ്പോൾ ബൈബിൾ പ്രവചനങ്ങളാൽ നിബിഡമായിരിക്കുന്ന അനുഗ്രഹീതമായ ഒരു ദൈവത്തിന്റെ അനുഗ്രഹീതമായ വരദാനമാകുന്നു ബൈബിൾ എന്ന് പറയുന്നത്. ഈ ബൈബിളിലേക്ക് നാം പഠിക്കുമ്പോൾ
അനവധിയായിട്ടുള്ള പ്രവചനങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കൂ. അതിൽ ഏറ്റവും പ്രധാനമായി നിറഞ്ഞു നിൽക്കുന്ന പ്രവചനങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനങ്ങളായിരുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യേശു ക്രിസ്തു ദൈവമായി മനുഷ്യന്റെ വേഷത്തിൽ ദൈവമായിരുന്നവൻ മനുഷ്യന്റെ സാദൃശ്യത്തിൽ ദാസന്റെ രൂപത്തിൽ ലോകത്തിലേക്ക് വന്നു എന്നുള്ളത് അതൊരു യാദർച്ഛികമായ സംഭവമല്ല. എപ്പോഴോ ഒരു ഭൂമി കുലുക്കം ഉണ്ടായപ്പോൾ, അല്ലെങ്കിൽ എവിടെയെങ്കിലും മുഴങ്ങിക്കേട്ട ഒരു ശബ്ദം കേട്ടപ്പോൾ ദൈവപുത്രനായ ക്രിസ്തു ലോകത്തിലേക്ക് വന്നു എന്നുള്ളത് വിശ്വസിക്കുന്നതിൽ അർത്ഥമില്ല. ദൈവപുത്രനായ ക്രിസ്തു ലോകത്തിലേക്ക് വന്നത് അനേക നൂറ്റാണ്ടുകൾക്ക് മുന്നമേ പ്രവാചകന്മാരുടെ പ്രവചനത്തിന്റെ നിവൃത്തിയായിരുന്നു. വേദപുസ്തകത്തെ നാം പഠിച്ചു നോക്കുമ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനങ്ങളാൽ ബൈബിൾ നിറഞ്ഞു നിൽക്കുന്ന നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യേശുക്രിസ്തുവിന്റെ ജനനവും അവന്റെ കാൽവറി മരണവും ഇഹലോകത്തിലെ അവന്റെ പരസ്യമായ ശുശ്രൂഷയും അവൻ ഉയർത്തെഴുന്നേറ്റതും അവൻ കാൽവറി ക്രൂശിൽ ബലിയായി തീർന്നതുമായ സകല സംഭവങ്ങളും പുരാതന കാലത്ത് പ്രവാചകന്മാരിലൂടെ അരുളി ചെയ്ത സത്യങ്ങളാണ് നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും. ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തു ബേത്ലഹേമിലാണ് ജനിക്കുന്നതെന്ന് പ്രവാചകനായി മീഖ ക്രിസ്തു ജനിക്കുന്നതിന് 680 വർഷങ്ങൾക്ക് മുൻപ് പ്രവചിക്കുവാനിടയായി തീർന്നു. മീഖ പ്രവചനം 5-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പ്രവാചകനായി മീഖ വിളിച്ചു പറഞ്ഞു, നീയോ ബേത്ലഹേമേ ഫ്രാത്തേ, നീ യഹൂദ സഹസ്രങ്ങളിൽ ഏറ്റവും ചെറുതെങ്കിലും ഇസ്രായേലിന്റെ രക്ഷകൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. യേശുക്രിസ്തു കന്യകയിലാണ് ജനിക്കുന്നതെന്ന് അവൻ ജനിക്കുന്നതിന് 700 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച പ്രവാചകനായ യെശയ്യാവ് തന്റെ പ്രവചനം 7-ാം അധ്യായം 14-ാം വാക്യത്തില് കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കുമെന്ന് പറയുവാനിടയായി തീർന്നു. മാത്രമല്ല യേശുക്രിസ്തു കഴുതക്കുട്ടിയുടെ പുറത്ത് യെരൂശലേമിലേക്ക് രാജകീയമായി പ്രവേശിക്കുമെന്ന് യേശു ജനിക്കുന്നതിന് 480ഓളം വർഷങ്ങൾക്ക് മുന്നമേ പ്രവാചകനായി സക്കറിയ വിളിച്ചു പറഞ്ഞു. സക്കറിയ 9:9 അവിടെ നമുക്കത് കാണുവാൻ സാധിക്കുന്നു. ക്രിസ്തു രാജാവായി യെരൂശലേമിലേക്ക് ആ കഴുതക്കുട്ടിയുടെ പുറത്ത് പ്രവേശിക്കുന്നതിനെ കുറിച്ച്. മാത്രമല്ല യേശു ക്രിസ്തുവിനെ ഒറ്റുകൊടുത്ത യൂദ എന്ന വ്യക്തിയെ നമുക്കറിയാമല്ലോ. 30 വെള്ളിക്കാശിന് യൂദ യേശു ക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്തു. അതൊന്നും യാദർച്ഛികമായിരുന്നില്ല. പ്രവാചകനായി സക്കറിയാവ് 480 വർഷങ്ങൾക്ക് മുന്നമേ അതിന്റെ 11-ാം അധ്യായം 2-ാം വാക്യം വായിക്കുമ്പോൾ അവന്റെ വിലയായി 30 വെള്ളിക്കാശിന് കൂലിയായി വാങ്ങുമെന്ന് പ്രവാചകനായി സക്കറിയ വിളിച്ചു പറഞ്ഞു. ഇതൊക്കെ അക്ഷരാർത്ഥത്തിൽ നിറവേറിയില്ലേ? പ്രവാചകനായി സക്കറിയാവ് യേശുവിനെ 30 വെള്ളിക്കാശിന് വിൽക്കുമെന്ന് താൻ പ്രവചിച്ച ഭാഗം അക്ഷരാർത്ഥത്തിൽ നിറവേറുവാനിടയായി. ഒന്നുകൂടി 31 ആകാതെ, ഒന്ന് കുറഞ്ഞ് 29 ആകാതെ 30 വെള്ളിക്കാശ് തന്നെയാകുന്നു മഹാപുരോഹിതന്മാരുടെ കയ്യിൽ നിന്ന് യൂദ കൈപ്പറ്റിയത്. ഇങ്ങനെ നാം നോക്കുമ്പോൾ ബൈബിളിൽ കാണുന്ന പ്രവചനങ്ങൾ യേശു ക്രിസ്തുവിനെ കുറിച്ച് വളരെ വ്യക്തമായി നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. ഞാനിത് പ്രാരംഭമായി പറഞ്ഞതിന്റെ കാരണം ക്രിസ്തുവിന്റെ ഈ ലോകത്തിലേക്കുള്ള ആഗമനം അത് യാദർച്ഛികമായ സംഭവമായിരുന്നില്ല. നൂറ്റാണ്ടുകൾക്ക് മുന്നമേ പ്രവാചകന്മാർ പ്രവചിച്ച അവരുടെ പ്രവചന ഉദ്ധരണികളുടെ നിവർത്തിയായിരുന്നു. ഇവിടെ പൗലോസ്ലീഹ പറഞ്ഞത്, ദൈവമായിരുന്നവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ അവൻ ദാസരൂപമെടുത്ത് താണലോകത്തിലേക്ക് വരുവാനിടയായി. മനുഷ്യന്റെ സാദൃശ്യത്തിലായി ഒരു ദാസന്റെ വേഷം കെട്ടിക്കൊണ്ട് അവൻ താണലോകത്തിലേക്ക് വന്നു. യേശുക്രിസ്തുവിന്റെ ഭൂമിയിലേക്കുള്ള ആഗമനത്തെ കുറിച്ച് നാം പഠിക്കുമ്പോൾ വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്ന പ്രവചനപരമായ 3 ഭാഗങ്ങളുണ്ട്. ദൈവത്തിന് സ്തോത്രം. 3 വിധമായ സന്തതികളെ കുറിച്ച് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നുണ്ട്. 1, അവൻ സ്ത്രീയുടെ സന്തതിയായി ലോകത്തിൽ വരും. 2, അവൻ അബ്രഹാമിന്റെ സന്തതിയായി ലോകത്തിൽ വരും. 3, അവൻ ദാവീദിന്റെ സന്തതിയായി ലോകത്തിലേക്ക് വരുമെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ ഓർപ്പിക്കുന്നു. ദൈവത്തിന്റെ വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരുമ്പോൾ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യേശുക്രിസ്തു അബ്രഹാമിന്റെ സന്തതിയായി ഈ ലോകത്തിലേക്ക് വന്നതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നാം വരുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം വായിക്കുമ്പോൾ ഭൂലോകത്തിലെ സകല ജാതികളും ക്രിസ്തുവിനാൽ അനുഗ്രഹിക്കപ്പെടേണ്ടതിന് യേശു ക്രിസ്തു അബ്രഹാമിന്റെ സന്തതിയായി ലോകത്തിലേക്ക് വരുമെന്നൊരു പ്രവചനം അവിടെ ഉണ്ടായി. വായിച്ചാട്ടെ 22-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം. നീ എന്റെ വാക്ക് അനുസരിച്ചത് കൊണ്ട് നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്ന്. നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്ന് ഞാൻ എന്നെ കൊണ്ട് സത്യം ചെയ്തു എന്ന് ദൈവം അരുളി ചെയ്യുകയാണ്. അബ്രഹാമിനോട്, പൂർവ്വപിതാവായ അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം ചെയ്യുമ്പോൾ ഇപ്രകാരമാണ് പറഞ്ഞത്, നീ എന്റെ വാക്ക് കേട്ടനുസരിച്ചത് കൊണ്ട് നിന്റെ സന്തതി മുഖാന്തരം ഭൂലോകത്തിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. അക്ഷരാർത്ഥത്തിൽ ഈ ഇസാക്കിൽ നിന്ന് അത് ഇസ്രായേൽ ജനതയോടും ദൈവത്തിന് സ്തോത്രം
സ്തോത്രം. ആത്മീകമായി നാം നിലയിൽ ചിന്തിക്കുമ്പോൾ ദൈവപുത്രനായ ക്രിസ്തുവിലൂടെ ഭൂലോകത്തിലെ സകല മാനവരാശിയോടുമുള്ള ഒരു പ്രവചന സന്ദേശമായിരുന്നു, നിന്നാൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. അബ്രഹാമിന്റെ സന്തതിയായി ലോകത്തിലേക്ക് യേശു ക്രിസ്തു വരണമെന്നുള്ളത് ദൈവത്തിന്റെ അനാദിനിത്യതയിലെ പ്ലാനായിരുന്നു. അത് നിവർത്തിയായതിനെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ പൗലോസ്ലീഹ ഗലാത്യർക്ക് ലേഖനം എഴുതിയപ്പോൾ ഗലാത്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 16-ാം വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവന്നാൽ അവിടെ നമുക്കത് എടുത്തെഴുതിയിരിക്കുന്നത് യേശു ക്രിസ്തുവിനെ കുറിച്ചാകുന്നു എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയും. ആ വാക്യം കൂടെ ഒന്ന് വായിച്ചാട്ടെ. എന്നാൽ അബ്രഹാമിനും അവന്റെ സന്തതിക്കും വാഗ്ദത്തങ്ങൾ ലഭിച്ചു, സന്തതികൾക്കും എന്ന് അനേകരെ കുറിച്ചല്ല, സന്തതികൾക്കും എന്ന് അനേകരെ കുറിച്ചല്ല, നിന്റെ സന്തതിക്കുമെന്ന് ഏകനെ കുറിച്ച്, നിന്റെ സന്തതിക്കെന്ന് ഏകനെ കുറിച്ച് അത്രേ പറയുന്നത്. അടുത്തത് അത് ക്രിസ്തു, അത് ക്രിസ്തു തന്നെ. ദൈവപുത്രനായ ക്രിസ്തു അബ്രഹാമിന്റെ സന്തതിയായി ഭൂലോകത്തിലേക്ക് അവതരിക്കുന്നത് ഭൂതലത്തിൽ പാർക്കുന്ന സകല ജാതികളും ഭൂലോകത്തിലെ സകല മാനവരാശികളും ദൈവപുത്രനായ ക്രിസ്തുവിലൂടെ അനുഗ്രഹിക്കപ്പെടണമെന്നുള്ളത് ദൈവത്തിന്റെ വാഗ്ദത്തമായിരുന്നു. ഇത് ലോകത്തിൽ മനുഷ്യന്റെ മുൻപാകെ ദൈവം ഉയർത്തി ഒരു വാഗ്ദത്തമായിരുന്നു. ദേഹരൂപത്തിൽ ലോകത്തിൽ വെളിപ്പെട്ട മുൻപ് ലോകത്തിലേക്ക് ഇറങ്ങി വന്ന ദൈവപുത്രനായ ക്രിസ്തു എന്തിനാണ് ലോകത്തിൽ വന്നതെന്ന് ചിന്തിക്കുമ്പോൾ ഭൂലോകത്തിലെ സകല ജാതികളും സകല മാനവരാശിയും അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി അവൻ അബ്രഹാമിന്റെ സന്തതിയായി ലോകത്തിലേക്ക് വരണമെന്നുള്ളത് ദൈവം അബ്രഹാമിനോട് ചെയ്ത ഒരു വാഗ്ദത്തമായിരുന്നു. അക്ഷരാർത്ഥത്തിൽ ഇത് യഹൂദനോടും ആത്മീകമായി ഇത് ജാതികളോടും അല്ലെങ്കിൽ ലോകത്തിലുള്ള സകല മാനവരാശിയോടും ഉള്ള ഒരു വാഗ്ദത്തമായി നമുക്കതിനെ കണ്ടെത്തുവാനായിട്ട് സാധിക്കും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അവിടെ ഇപ്രകാരമാണ് ദൈവം പറഞ്ഞത്, നിന്നാൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. ലോകത്തിലെ സകല മാനവജാതിയും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി ക്രിസ്തു ലോകത്തിലേക്ക് ഇറങ്ങി വരുവാൻ ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ചോദിക്കും, യേശുവിലൂടെയുള്ള അനുഗ്രഹം എന്താകുന്നു? ഇന്ന് പലരും ലോകത്തിൽ കാണുന്നത് അനുഗ്രഹം എന്ന് പറയുന്നത് 5 സെന്റ് ഉള്ളവൻ 50 സെന്റ് ആകുന്നു, 50 സെന്റ് ഉള്ളവൻ 5 ഏക്കർ ആകുന്നു, 1 നില വീടുള്ളവന് 3 നില വീടാകുന്നു, കാർ പോർച്ചിൽ 1 കാർ ഉള്ളവൻ 9 കാറായിട്ട് മാറുന്നു. പ്രിയമുള്ളവരെ, ഇതൊക്കെ മെറ്റീരിയൽ ബ്ലെസ്സിങ്സ് ആകുന്നു, ഇതൊക്കെ ഭൗമികമായ അനുഗ്രഹമാകുന്നു. എന്നാൽ മാനവരാശിയുടെ മേൽ വരേണ്ട യഥാർത്ഥ അനുഗ്രഹം എന്ന് പറയുന്നത് ഇന്നത്തെ പ്രപഞ്ചത്തിന്റെ, ഇന്നത്തെ മാനവജാതിയുടെ, ഇന്നത്തെ ലോകത്തിന്റെ ആവശ്യകത എന്ന് പറയുന്നതും അത് തന്നെയാകുന്നു. ലോകം ഇന്ന് അനുഗ്രഹത്തിന് കാത്തിരിക്കുകയാ. എന്താണ് ഈ അനുഗ്രഹം എന്ന് നാം നോക്കുമ്പോൾ ഭൗമികമായ നന്മകളുടെ ഉയർച്ചയല്ല. ഈ അനുഗ്രഹം എന്ന് പറയുന്നത് പാപപങ്കുലമായ ലോകത്തിൽ പാപത്താൽ പിടിക്കപ്പെട്ട മനുഷ്യർ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കുന്ന അനുഭവം, പാപത്താൽ മനുഷ്യന്റെ മേൽ ഉളവായി വന്ന ശാപത്തിൽ നിന്ന് അവൻ വിടുതൽ പ്രാപിക്കുന്നതാകുന്നു യഥാർത്ഥമായ അനുഗ്രഹമെന്ന് വേദപുസ്തകം നമ്മെ ഓർപ്പിക്കുന്നു. യേശു ക്രിസ്തു സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുവാൻ അബ്രഹാമിന്റെ സന്തതിയായി ലോകത്തിലേക്ക് ഇറങ്ങി വന്നത്, ദൈവത്തിന് സ്തോത്രം, ഓരോ ലോകത്തിലെ മനുഷ്യന്റെ അവന്റെ ആസ്തി കൂട്ടുവാൻ വേണ്ടി, അവന്റെ ബാങ്ക് ബാലൻസ് കൂട്ടുവാനോ അവന്റെ സമ്പത്ത് പെരുപ്പിക്കുവാനോ യേശു ലോകത്തിലേക്ക് ഇറങ്ങി വന്നു എന്നുള്ളതല്ല അതിന്റെ അർത്ഥം. പാപത്താൽ മനുഷ്യവർഗം ഇന്ന് കേണുകൊണ്ടിരിക്കുകയാ. പാപത്തിന്റെ ഭാരത്താൽ ലോകത്തിലെ മനുഷ്യർ ഇന്ന് കേണുകൊണ്ടിരിക്കുകയാകുന്നു. ലോകത്തിലെ മാനവരാശി ഇന്ന് ചുമക്കുന്ന ഏറ്റവും വലിയ ഭാരം എന്നുള്ളത് അത് കടഭാരമല്ല പ്രിയമുള്ളവരെ, അത് രോഗത്തിന്റെ ഭാരമല്ല, അത് കുടുംബത്തിന്റെ ഭാരമല്ല. ഇന്ന് സൃഷ്ടിയായിരിക്കുന്ന മനുഷ്യർ ഭൂലോകത്തിൽ ചുമന്നുകൊണ്ടുപോകുന്ന ഭാരത്തിന്റെ ഏറ്റവും വലിയ പാണ്ടക്കെട്ട് ഏതെന്ന് ചോദിച്ചാൽ ആദിമ ഏദനിൽ പിശാചിന്റെ വാക്ക് കേട്ട് വഞ്ചിക്കപ്പെട്ട മനുഷ്യന്റെ മേൽ കടന്നു വന്ന പാപത്തിന്റെ ശക്തിയാ. ഇന്ന് പാപത്തിന്റെ പ്രലോഭനങ്ങൾ ജീവിക്കുന്ന മനുഷ്യരാശി പാപത്താൽ അവൻ അനുഭവിക്കുന്ന ദാരുണമായ അവന്റെ അവസ്ഥയാകുന്നു. ഇന്ന് അവൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ഭാരം അതാകുന്നു അവന്റെ മേലുള്ള ശാപം എന്ന് പറയുന്നത്. മനുഷ്യവർഗം ഇന്ന് ഭൂമിയിൽ അനുഗ്രഹിക്കപ്പെടുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ അവൻ പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുക എന്നുള്ളതാകുന്നു. എങ്ങനെയാണ് ഇവിടെ പാപത്തിൽ നിന്ന് മനുഷ്യൻ വിടുതൽ പ്രാപിക്കുന്നത്? ദൈവപുത്രനായ ക്രിസ്തുവിനെ നാം നോക്കുമ്പോൾ നിന്നാൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടണം. യേശു ക്രിസ്തു എന്ന ദൈവപുത്രനാൽ ഭൂലോകത്തിലെ സകല ജാതികളും ദൈവത്തിന് സൃഷ്ടാവായ ദൈവത്തിന്റെ കരപല്ലവങ്ങളാൽ വിരചിതമായ അനുഗ്രഹ സൃഷ്ടിയായ മനുഷ്യർ ഭൂമിയിൽ പാപത്താൽ വാഴുമ്പോൾ, പാപത്താൽ മുൻപോട്ട് യാത്ര ചെയ്യുമ്പോൾ അവന്റെ പാപഭാരത്തിൽ നിന്ന് വിടുതലുണ്ടായിട്ട് പാപത്താൽ മനുഷ്യവർഗത്തിന്റെ മേൽ വന്ന ശാപത്തിൽ നിന്ന് അവൻ വിടുതൽ പ്രാപിച്ച് ദൈവപരദീസയെ അവന്റെ ആത്മാവിന്റെ കണ്ണുകൾ കൊണ്ട് കാണപ്പെടുന്ന അനുഭവമാകുന്നു ഭൂമിയിൽ മനുഷ്യനുണ്ടാകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. അല്ലാതെ ഭൂമിയിൽ ഭൗമികമായ നന്മകൾ ഉണ്ടാകുന്നതല്ല. ഒരിക്കൽ തത്വശാസ്ത്രത്തിന്റെ പിതാവായിരുന്ന
സോക്രട്ടീസിനോട് തന്റെ ശിഷ്യന്മാരിൽ ഒരുവൻ ഇപ്രകാരം ഒരു ചോദ്യം ഉന്നയിച്ചു: മഹാത്മാവേ, ഈ ലോകത്തിൽ ഏറ്റവും വലിയ ഭാഗ്യവാൻ ആരാണ്? തത്വശാസ്ത്രം എഴുതിക്കൊടുത്ത് തന്റെ ശിഷ്യന്മാരെ വളർത്തിക്കൊണ്ടുവന്ന ആ സോക്രട്ടീസിനോട്, തന്റെ ഗുരുവിനോട് ശിഷ്യൻ ചോദിച്ചു, ആരാണ് ഭൂമിയിൽ ഏറ്റവും വലിയ ഭാഗ്യവാൻ? അദ്ദേഹം കൊടുത്ത മറുപടി ഇപ്രകാരമായിരുന്നു: ഒരു മനുഷ്യന്റെ മരണത്തിനപ്പുറമായി അവന്റെ ആത്മാവ് സ്വസ്ഥമായ ഒരു പർദീസയിൽ വിശ്രാമത്തിലേക്ക് പോയി വിശ്രമിപ്പാൻ ആയുസ്സോടെ ഇരിക്കുമ്പോൾ ഇടം കണ്ടെത്തിയ മനുഷ്യനാരോ അവനാകുന്ന ഭൂമിയിൽ ഏറ്റവും വലിയ ഭാഗ്യവാൻ. ഇന്ന് രാത്രിയിൽ നമുക്കുറക്കെ പറയാം, അങ്ങനെ ഒരു ഭാഗ്യപദവി ദൈവം കൃപയാൽ ദൈവം നമുക്ക് നൽകിയിരിക്കുകയാ. നമ്മുടെ മരണത്തിനപ്പുറമായി ഇൻപങ്ങളുടെ പർദീസയില് നമ്മുടെ ആത്മാവ് വിശ്രമിപ്പാൻ യേശു നമുക്ക് വേണ്ടി ഒരുക്കുന്ന നിത്യതയില് പോയി വാഴുവാൻ, ഒരു പ്രത്യാശയുടെ നാടിനെ ആത്മാവിന്റെ കണ്ണുകൾ കൊണ്ട് കാണുവാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നല്ലോ. ആ ഭാഗ്യം സിദ്ധിച്ച ദൈവമക്കൾ കരങ്ങളെ ഉയർത്തി ശക്തിയോടെ ഒരു ഹല്ലേലൂയ മുഴക്കിയാട്ടെ. ആമേൻ. ഈ ഭാഗ്യം ദൈവം നമുക്ക് തന്നതോർത്ത് വീണ്ടും ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാ. അബ്രഹാമിന്റെ സന്തതിയായ ക്രിസ്തുവിലൂടെ ലോകത്തിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. എങ്ങനെയാണ് ഈ അനുഗ്രഹം മനുഷ്യന്റെ മേൽ വരുന്നത് എന്ന് നാം ചിന്തിക്കുമ്പോൾ അത് മനസ്സിലാക്കുവാൻ കഴിയണമെങ്കിൽ ക്രിസ്തു സന്തതിയായി വന്ന രണ്ടാമത്തെ അനുഭവത്തെ നമുക്കൊന്ന് കാണുവാൻ സാധിക്കണം. ദൈവത്തിന് സ്തോത്രം. അവൻ സ്ത്രീയുടെ സന്തതിയായി ലോകത്തിലേക്ക് വരുവാനിടയായി. അബ്രഹാമിന്റെ സന്തതിയായി ലോകത്തിൽ യേശു വരുമെന്ന് ദൈവത്തിന് സ്തോത്രം. ഇന്നേക്കേറെക്കുറെ 4000-ൽ പരം വർഷങ്ങൾക്ക് മുൻപ് അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം ചെയ്തപ്പോൾ, അബ്രഹാമിനോട് ഉടമ്പടി ചെയ്തപ്പോൾ പറഞ്ഞെങ്കിൽ സ്ത്രീയുടെ സന്തതിയായി ദൈവപുത്രൻ ലോകത്തിൽ വരണമെന്നുള്ളത് ആദ്യമേ ഏദനിൽ മനുഷ്യന്റെ വീഴ്ചയുടെ ഘട്ടത്തിൽ ദൈവത്തിന് സ്തോത്രം സ്വർഗത്തിൽ നിന്ന് താണലോകത്തിൽ ഏദൻ തോട്ടത്തിൽ ഇറങ്ങി വന്ന ദൈവം മനുഷ്യനെയും പാമ്പിനെയും സ്ത്രീയെയും ഒക്കെ വിളിച്ച് പറയുമ്പോൾ പാമ്പിനോട് പറഞ്ഞൊരു വാക്കുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവന്നാൽ 3-ാം അധ്യായം അതിന്റെ 15-ാം വാക്യത്തില് ഇങ്ങനെ ഒരു വാക്ക് നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും. പാമ്പിനോട് ഇപ്രകാരം ദൈവം പറഞ്ഞു: സ്ത്രീക്കും നിനക്കും, സ്ത്രീയുടെ സന്തതിക്കും നിനക്കും തമ്മിൽ ഞാൻ എന്നേക്കും ശത്രുത വരുത്തു, അവന്റെ സന്തതി നിന്റെ തലയെ തകർക്കുവാനിടയായി തീരും. വാക്യം ഒന്ന് വായിക്കണം. ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും, അവൻ നിന്റെ തല തകർക്കും. അവൻ നിന്റെ തല തകർക്കും. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും. ചെറുപ്പകാലങ്ങളിൽ എനിക്കുണ്ടായിരുന്ന ഒരു അറിവ് എന്താണെന്ന് ചോദിച്ചാല്, ദൈവത്തിന് സ്തോത്രം, എന്റെ ബാല്യപ്രായമൊക്കെ കഴിഞ്ഞു വന്ന സമയത്ത് പാമ്പെന്ന് പറയുന്ന ജീവി എവിടെ കണ്ടാലും ഓടിച്ചിട്ട് തല്ലിക്കൊല്ലുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. അത് ചേരയാണെങ്കിലും മൂർഖനാണെങ്കിലും ഏത് പാമ്പാണെങ്കിലും എതിലേ പോയാലും അതിനെ തല്ലിക്കൊല്ലുവാൻ ഒരു പ്രത്യേക ഇതായിരുന്നു. ഈ വേദഭാവമൊക്കെ വായിച്ചപ്പോൾ സ്ത്രീയുടെ സന്തതി നിന്റെ തല തകർക്കുമെന്ന് പാമ്പിനോടല്ലേ പറഞ്ഞത്? അന്ന് എൻ്റെ അറിവിന്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഞാൻ ചിന്തിച്ചത്, ഈ പാമ്പിന്റെ തലയെ തകർക്കുവാൻ സ്ത്രീയുടെ സന്തതികളായിട്ട് അമ്മയുടെ മക്കളായിട്ടുണ്ടാകുന്ന നാമൊക്കെയാണ് ഈ പാമ്പിന്റെ തല തകർക്കുന്നതെന്ന് എന്ന് അല്പമായൊരു അറിവ് അന്ന് എന്നെ ഭരിച്ചിരുന്നു. എന്നാൽ പിൽക്കാലത്ത് ദൈവത്തിന്റെ വചനത്തിന്റെ പ്രവചന നിവർത്തിയെ ദൈവവചനത്തിലൂടെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞപ്പോൾ സ്ത്രീയുടെ സന്തതിയായി വരുന്നത് ഞാനും നിങ്ങളുമല്ല എന്നും അത് ദൈവപുത്രനായ ക്രിസ്തുവാണെന്നും ഏദനിൽ ആദിമ മനുഷ്യനെ വഞ്ചിച്ച വഞ്ചകനായ സാത്താനായിരുന്ന പഴയ പാമ്പിന്റെ തലയെ തകർക്കുവാൻ യേശു ക്രിസ്തു സ്ത്രീയുടെ സന്തതിയായി ലോകത്തിൽ വരുമെന്നുള്ളത് പാമ്പിനോട് അല്ലെങ്കിൽ പിശാചിനോട് ദൈവം പറഞ്ഞൊരു വാക്കായിരുന്നുവെന്ന് മനസ്സിലാക്കുവാനിടയായി. അത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കണമെങ്കിൽ പൗലോസ്ലീഹ ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരണം. 4-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരുമ്പോൾ ഗലാത്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം നാം വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം പൗലോസ്ലീഹ പറയുന്നു: കാലത്തിന്റെ തികവ് വന്നപ്പോൾ, കാലത്തിന്റെ സമ്പൂർണത എത്തിയപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ലോകത്തിലേക്ക് അയച്ചതായി വായിക്കുന്നു. വായിച്ചാട്ടെ. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി, ന്യായപ്രമാണത്തിന് കീഴ് ജനിച്ചവനായി. സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി. ഞാൻ പറഞ്ഞു വരുന്നത് മനുഷ്യന്റെ ശാപത്തിൽ നിന്നുള്ള വിടുതലും അതിലൂടെയുള്ള അനുഗ്രഹവുമാകുന്നു. എങ്ങനെയാണ് ഇത് മനുഷ്യനെ സിദ്ധിക്കുന്നതെന്ന് ചോദിച്ചാൽ, അബ്രഹാമിന്റെ സന്തതിയായ ക്രിസ്തുവിലൂടെ മാനവരാശി അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ സ്ത്രീയുടെ സന്തതിയായി ലോകത്തിൽ വന്ന ക്രിസ്തു മനുഷ്യന്റെ ശാപമേറ്റു വാങ്ങിയെങ്കിലേ കഴിയുകയുള്ളൂ. അതാണ് നാം ഇപ്പോൾ വായിച്ചത്. ന്യായപ്രമാണത്തിന് കീഴുള്ളവനായി ജനിച്ചു. എന്തിനാ അവൻ ജനിച്ചതെന്നറിയാമോ? വായിച്ചാട്ടെ അടുത്ത വാക്യം.
അവൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങി, ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടത്. ന്യായപ്രമാണത്തിന്റെ കീഴിലുള്ളവരെ വിലയ്ക്ക് വാങ്ങുവാൻ അവൻ സ്ത്രീയുടെ സന്തതിയായി ലോകത്തിലേക്ക് വന്നു. ന്യായപ്രമാണത്തിന്റെ വ്യവസ്ഥയും മനുഷ്യന്റെ പാപവും ഒന്നുപോലെ മനുഷ്യനെ ശാപത്തിലേക്ക് നയിച്ചപ്പോൾ അവൻ പാപത്തിന്റെ ഭാരവും പേറി ശാപത്തിന്റെ കുടക്കീഴിൽ ഇങ്ങനെ വസിച്ചു മുൻപോട്ട് പോകവേ, ശാപത്തിൽ നിന്നുള്ള വിടുതലിനായി യേശു ക്രിസ്തു സ്ത്രീയുടെ സന്തതിയായി ലോകത്തിലേക്ക് ഇറങ്ങി വരുവാനിടയായി. എപ്പോഴാണ് മനുഷ്യന്റെ ശാപം ദൈവപുത്രനായ ക്രിസ്തു സ്ത്രീയുടെ സന്തതിയായി ലോകത്തിൽ വന്ന ക്രിസ്തു എപ്പോഴാകുന്നു മനുഷ്യന്റെ ശാപം നീക്കി അവൻ അനുഗ്രഹം കൊടുത്തത് എന്ന് നാം ചിന്തിക്കുമ്പോൾ ഗലാത്യ ലേഖനത്തിൽ തന്നെ 3-ാം അധ്യായം എടുത്തു വായിച്ചാൽ അതിന്റെ 13-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനായിരിക്കെ. വായിച്ചാട്ട് 13-ാം വാക്യം. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. അടുത്തത്, ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി. ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിൽ നാം വായിച്ചത്, ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങുവാൻ ക്രിസ്തു സ്ത്രീയുടെ സന്തതിയായി വന്നു. കാലത്തിന്റെ തികവെങ്കൽ കാലാതീതനായവൻ കാലത്തികവെങ്കൽ കന്യകാ സൂര്യവായി കാലിത്തൊഴുത്തില് സ്ത്രീയുടെ സന്തതിയായി പിറന്നു വീഴുവാനിടയായി തീർന്നു. എന്തിനെന്നറിയാമോ? മനുഷ്യവർഗം പാപത്താലുള്ളവായ ശാപത്തിൽ കുടുങ്ങിക്കിടക്കുമ്പോ, അതിന്റെ കീഴിൽ അവൻ അടിമകളായിരിക്കുമ്പോ, ന്യായപ്രമാണത്തിന് കീഴിലുള്ള ശാപത്തിൽ അവനെ വിലവെടുത്തു വാങ്ങുവാ ദൈവത്തിന്റെ പുത്രൻ സ്ത്രീയുടെ സന്തതിയായി ലോകത്തിലേക്ക് ഇറങ്ങി വരുവാനിടയായി തീർന്നു. അങ്ങനെ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന ക്രിസ്തു, ദൈവത്തിന് സ്തോത്രം, പ്രവാചകന്മാരുടെ പ്രവചനം പോലെ ദൈവത്തിന് സ്തോത്രം, ന്യായപ്രമാണത്തിന്റെ വ്യവസ്ഥ ഇപ്രകാരമാണ് എഴുതി വെച്ചത്. മോശയുടെ കയ്യിൽ ദൈവം കൊടുത്ത ന്യായപ്രമാണം 1500ഓളം വർഷങ്ങൾ ഭൂമിയിൽ ശക്തമായി നിലനിന്നിരുന്ന ന്യായപ്രമാണത്തിന്റെ വ്യവസ്ഥകൾ മനുഷ്യ ജീവിതത്തിലെ ശാപങ്ങളെ ഒന്നൊന്നായിട്ട് വരച്ചു കാട്ടുമ്പോ, ഒരു മനുഷ്യൻ മരത്തിന്മേൽ തൂങ്ങിയാൽ അവൻ ശപിക്കപ്പെട്ടവനെന്ന് ന്യായപ്രമാണം വിളിച്ചു പറഞ്ഞപ്പോ അതിന്റെ നിവൃത്തിയായി മാനുകുലം ശാപത്തിന്റെ കീഴിലിരിക്കവേ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു സ്ത്രീയുടെ സന്തതിയായി ലോകത്തിൽ വന്ന് കാൽവരി ക്രൂശിന്മേൽ തൂങ്ങി മരിക്കുമ്പോൾ ന്യായപ്രമാണത്തിന്റെ കീഴിലുള്ള ശാപത്തിൽ നിന്ന് യേശു നമ്മെ വിലയ്ക്ക് വാങ്ങുവാനിടയായി. അതാണ് നാം അവിടെ വായിച്ചത്. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് അവൻ നമ്മെ വിലയ്ക്ക് വാങ്ങി. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് ന്യായപ്രമാണം വിളിച്ചു പറഞ്ഞപ്പോ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന ക്രിസ്തു ഒരിക്കൽ ഇപ്രകാരം പറഞ്ഞില്ലേ, ന്യായപ്രമാണം നീക്കുവാനല്ല ഞാൻ വന്നത്, അതിനെ നിവർത്തിക്കുവാനാണ്. കാൽവറി ക്രൂശിന്മേൽ 3 ആണികളിൽ മേൽ തൂങ്ങിക്കിടക്കുന്ന ദൈവപുത്രനായ ക്രിസ്തുവിന്റെ ക്രൂശിലെ 7 മൊഴികൾ പഠിച്ചാൽ അതിലൊന്ന് ഇപ്രകാരമായിരുന്നു, പിതാവേ സകലവും നിവർത്തിയായി. അതിലൊന്ന് ന്യായപ്രമാണത്തിന്റെ നിവർത്തിയായിരുന്നു. മനുഷ്യന്റെ മുൻപാകെ ദൈവം കൊടുത്ത പ്രമാണങ്ങളായിരുന്ന ന്യായപ്രമാണങ്ങളെ ക്രൂശിന്മേ സ്ത്രീയുടെ സന്തതിയായ ദൈവപുത്രനായ ക്രിസ്തു അവൻ നിവർത്തിക്കുവാനിടയായി തീർന്നു. അതുകൊണ്ട് അവൻ വിളിച്ചു പറഞ്ഞത്, പിതാവേ സകലവും നിവർത്തിയായി. ക്രൂശിന്മേൽ തൂങ്ങിക്കിടന്ന ദൈവപുത്രനായ ക്രിസ്തു മാനുകുലത്തിന്റെ ശാപം മുഴുവൻ ഏറ്റുവാങ്ങുവാനിടയായി തീർന്നു. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളോട് ഞാനൊന്ന് പറഞ്ഞു കൊള്ളട്ടെ, ഇന്ന് നാം ആരും ശാപത്തിന്റെ കീഴിലല്ല. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നാൽ ഇന്ന് നൂതനമായ ആശയങ്ങളോടുകൂടെ പെന്തക്കോസ്തു പ്രസ്ഥാനങ്ങൾ തന്നെ ഇന്ന് ശാപം മുറിക്കൽ ശുശ്രൂഷ നടത്തുന്നവരുണ്ട്. ദൈവത്തിന് സ്തോത്രം. അത് വേദപുസ്തക ഉപദേശത്തിന് വിരുദ്ധമായ ദുരുപദേശമായ ഒന്നാകുന്നു ശാപം മുറിക്കൽ കർമ്മം എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഈ അടുത്ത സമയത്ത് എറണാകുളത്തിനടുത്ത് നടന്നൊരു സംഭവത്തെ പറ്റി ഞാൻ അറിയുവാനിടയായി. എറണാകുളം സിറ്റിയിൽ ശാപം മുറിക്കൽ എന്ന് പറയുന്ന ഒരു വലിയ വർഷിപ്പ് നടക്കുവാനിടയായി. ദൈവത്തിന് സ്തോത്രം. പിശാചിനാൽ മനുഷ്യന്റെ മേൽ ഉണ്ടാകുന്ന ശാപം മുറിക്കുവാൻ വേണ്ടി ഒരു വലിയ ഹാളിലേക്ക് ആയിരക്കണക്കിന് ആളുകൾ കൂടി വരുവാനിടയായി. കൂടി വന്നിട്ട് അവരുടെ നടുവിൽ മനുഷ്യന്റെ മേൽ ശാപം കൊണ്ടുവരുന്ന സാത്താന്റെ ഒരു രൂപം ഇങ്ങനെ തെർമോക്കൂൾ കൊണ്ടുണ്ടാക്കി അങ്ങോട്ട് നടുവിൽ വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ ഉയർന്ന ഒരു സ്ഥലത്ത് തെർമോക്കൂൾ കൊണ്ട് പിശാചിന്റെ ഒരു രൂപം. ഇവരെങ്ങനെ ഈ പിശാചിന്റെ രൂപം കണ്ടുപിടിച്ചതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എവിടെ പോയാണോ കണ്ടതെന്ന് മനസ്സിലാകുന്നില്ല. ഇനി അവരുടെയൊക്കെ രൂപമാണോ വരച്ച് വെച്ചിരിക്കുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും അത് ഉണ്ടാക്കി വെച്ചിട്ട് നടുവിലേക്ക് തെർമോക്കൂൾ കൊണ്ട് സാത്താന്റെ ഒരു രൂപം എന്ന് പറഞ്ഞ് ഉണ്ടാക്കി വെച്ചവർ ആരാധന കഴിഞ്ഞ് ശാപം മുറിക്കൽ എന്ന് പറഞ്ഞ് ആളുകളെല്ലാം
കൂടെ വടിയുമായിട്ട് വന്ന് അവരുടെ കയ്യിൽ ഓരോ സ്റ്റിക്ക് കൊടുത്തിട്ട് ഈ സ്റ്റിക്കുമായിട്ട് വന്ന് സാത്താന്റെ ഈ രൂപത്തെ അടിക്കുകയാ. അടിച്ചപ്പോൾ ശാപം മുറിഞ്ഞുപോയി. അത് ദുരുപദേശത്തിന്റെ അങ്ങേയറ്റമാണ്. ഇന്നേക്ക് 2000-ൽ പരം വർഷങ്ങൾക്ക് മുൻപ് സ്ത്രീയുടെ സന്തതിയായി ലോകത്തിൽ വന്ന ദൈവപുത്രൻ കാൽവറി ക്രൂശിന്മേൽ മൂന്നാടികളിന്മേൽ തൂങ്ങുമ്പോ മരത്തിന്മേൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്നുള്ള ന്യായപ്രമാണത്തിന്റെ വ്യവസ്ഥ യേശു തന്നെ ശരീരത്തിലേറ്റുകൊണ്ട് അവൻ ശാപമായി തീർന്നപ്പോൾ മനുഷ്യവർഗത്തിന്റെ മേലുണ്ടായിരുന്ന ശാപം അതോടുകൂടെ അവസാനിക്കുകയാ. അത് ക്രിസ്തുവിന്റെ മേൽ ചുമത്തപ്പെടുവാനിടയായി. യേശു ക്രിസ്തു എന്ന ദൈവപുത്രൻ സ്ത്രീയുടെ സന്തതി അബ്രഹാമിന്റെ സന്തതിയിലൂടെ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, മാനുകുലം അബ്രഹാമിന്റെ സന്തതിയിലൂടെ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ മനുഷ്യന്റെ മേലുണ്ടായിരുന്ന ശാപത്തിൽ നിന്ന് അവൻ വിടുതൽ പ്രാപിക്കണം. എങ്ങനെയാണ് ഈ വിടുതൽ അവൻ ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ, അവൻ സ്ത്രീയുടെ സന്തതിയായി ലോകത്തിൽ വന്ന് ദൈവത്തിന് സ്തോത്രം ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ അവൻ വിലയ്ക്ക് വാങ്ങി. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എങ്ങനെയാണ് ഇത് സാധ്യമായത് എന്ന് നോക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം യേശുക്രിസ്തുവിനെ സന്തതി എന്ന് പറയുന്ന 3-ാം ഭാഗത്തിലേക്ക് നാം വരണം. പൗലോസ്ലീഹ തന്റെ ലേഖനത്തിൽ തന്റെ സഹപ്രവർത്തകനായിരുന്ന തീമോഥെയോസിന് ലേഖനം എഴുതിയപ്പോൾ തീമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ ദൈവത്തിന് സ്തോത്രം ഇന്ന് ഭൂലോകത്തിൽ പ്രസംഗിക്കപ്പെടുന്ന അറിയിക്കപ്പെടുന്ന ഉച്ചസ്ഥരം ഘോഷിക്കപ്പെടുന്ന സുവിശേഷത്തെ പറ്റി പൗലോസ്ലീഹ പറഞ്ഞപ്പോൾ ഇപ്രകാരമാകുന്നു പറഞ്ഞത്. വായിച്ചാട്ടെ 2-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അടുത്തത് അതാകുന്നു എന്റെ സുവിശേഷം. അതാകുന്നു എന്റെ സുവിശേഷം. പൗലോസ്ലീഹ സുവിശേഷത്തെ പറ്റി പറഞ്ഞപ്പോൾ ഇപ്രകാരമാണ് പറഞ്ഞത്. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു. സുവിശേഷത്തെ കുറിച്ച് പഠിക്കുമ്പോൾ ഈ 3 ഭാഗങ്ങളും വ്യക്തമായിട്ടുണ്ടാകണം. യേശു ജനിച്ചു എന്നുള്ളതല്ല സുവിശേഷം. ഇന്ന് പലരുടെയും സുവിശേഷം യേശു ജനിച്ചു എന്നുള്ളത് കൊണ്ട് ഒതുങ്ങുകയാ. നാം അതേ ക്രൈസ്തവരൊക്കെ ക്രിസ്തുമസ് ആഘോഷിക്കാറില്ലേ? ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുമസ് എന്ന് പറയുന്നത് യേശുവിന്റെ ജന്മ ആഘോഷമാണ്. ഡിസംബർ 25 എന്ന് പറഞ്ഞൊരു ഡേറ്റ് എടുത്തുകൊണ്ട് അവരത് ആഘോഷിക്കുന്നു. എന്നാൽ ചരിത്രം പഠിച്ചാൽ യേശു ക്രിസ്തു ഡിസംബർ 25 ജനിച്ചെന്ന് ഒരിടത്ത് നമുക്ക് കാണുവാൻ സാധ്യമല്ല. ദൈവത്തിന് സ്തോത്രം. പണ്ടങ്ങ് ഉണ്ടാക്കിയ ആചാരങ്ങൾ അനുസരിച്ച് ഡിസംബർ 25 യേശുവിന്റെ ജന്മദിനമായി കൊണ്ടാടുക മാത്രമാണ്. ക്രിസ്തുമസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മാസ് വിത്ത് ക്രൈസ്റ്റ് എന്നാണ്. എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനോടുകൂടെ ഉള്ള കൂട്ടായ്മ എന്ന്. എന്നാൽ ഇന്നത്തെ ക്രിസ്തുമസിനെ ഒക്കെ നോക്കിയാൽ നല്ല നക്ഷത്ര വിളക്കുകളൊക്കെ വീടിന്റെ മുൻപിൽ ഇങ്ങനെയൊക്കെ തിളങ്ങിക്കിടക്കും. ചില ദൈവമക്കളുടെ വീടുകളിലും ഒക്കെ ഈ ആഘോഷ സമയത്ത് അവിടെ ഇവിടെയൊക്കെ മിന്നാറുണ്ട്. ഇവിടങ്ങളിൽ അങ്ങനെ ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല. കാരണം മധ്യ തിരുവിതാംകൂർ അല്ലേ. ദൈവത്തിന് സ്തോത്രം. ബെന്തക്കോസിന്റെ വലിയ പാരമ്പര്യ സ്ഥലമല്ലേ. ഇവിടെ അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യത വളരെ കുറവാണ്. വളരെ പാരമ്പര്യമുള്ള ദൈവമക്കളാണ് ഈ സ്ഥലങ്ങളിലൊക്കെ ഉള്ളത് എന്നാണ് എൻ്റെ വിശ്വാസം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നല്ല നക്ഷത്ര വിളക്കുകളൊക്കെ വീടിന്റെ മുൻപിൽ തൂക്കി അലങ്കാര ബൾബുകളും അലങ്കാര മാലകളും ഒക്കെ അണിയിച്ച് ഇങ്ങനെ ക്രിസ്തുമസ് ആഘോഷിക്കുന്നു. ക്രിസ്തുമസ് ആഘോഷം ശരിയായ നിലയിൽ വരണമെങ്കിൽ ക്രിസ്ത്യൻ ബ്രദേഴ്സ് എന്ന് പറയുന്ന തനി ബ്രാൻഡി അവരുടെ കയ്യിലേക്ക് കിട്ടിയെങ്കിലേ ആഘോഷം പൊടിപൊടിക്കാൻ പറ്റൂ. ഇന്നത്തെ ക്രിസ്തുമസ് ആഘോഷം അങ്ങനെയാ. യേശുവിനോടുകൂടെയുള്ള കൂട്ടായ്മയെന്നല്ല, യേശുവിനെ വിട്ടുള്ള കൂട്ടുകെട്ടെന്നാണ് അതിന്റെ അർത്ഥം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ക്രിസ്തുമസ് കേവലം ഒരു ആഘോഷമായി ഒരു ഫെസ്റ്റിവലായി മാത്രം ഒതുങ്ങുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യേശു ജനിച്ചു എന്നുള്ളതല്ല സുവിശേഷം. യേശു മരിച്ചു എന്ന് ഉടച്ചേർക്കണം. അവിടെ കൊണ്ടും തീരുന്നില്ല. അവൻ മരണത്തെ വിട്ട് ഉയർത്തു എന്നുള്ളതും സുവിശേഷത്തിന്റെ ഭാഗമാകുന്നു. ആകയാൽ ഈ പൗലോസ്ലീഹ ഗോസ്പലിനെ പറ്റി സുവിശേഷത്തെ പറ്റി പറഞ്ഞപ്പോ ഇപ്രകാരമാണ് പറഞ്ഞത്. ദാവീദിന്റെ സന്തതിയായി നാസറേത്ത് എന്ന പട്ടണത്തില് യേശു ജനിക്കുവാനിടയായി. യേശു ക്രിസ്തു ജനിക്കുന്നതിന് 700 വർഷങ്ങൾക്ക് മുന്നമേ പ്രവാചകനായ യെശയ്യാവ് പ്രവചിച്ചു പറഞ്ഞു, അവൻ ദാവീദിന്റെ വംശപാരമ്പര്യത്തിൽ നിന്ന് ഉളവാകുന്നവനാകും. യെശയ്യാ പ്രവചനം 11-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം വായിക്കുമ്പോ പ്രവാചകനായ യെശയ്യാവ് ഇപ്രകാരം വിളിച്ചു പറയുന്നു, ഇശായിയുടെ കുറ്റിയിൽ നിന്നൊരു മുള പൊട്ടി പുറപ്പെടുവാനിടയാകും. ദൈവത്തിന് സ്തോത്രം. അവന് ഞാൻ ദാവീദിന്റെ സിംഹാസനം കൊടുക്കും. അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും. ഈ ഭൂമിയെ ന്യായത്തോടും നീതിയോടും കൂടെ ഭരിക്കുവാൻ പോകുന്ന ക്രിസ്തുവിനെ കുറിച്ച് അവൻ ജനിക്കുന്നതിന് 700 വർഷങ്ങൾക്ക് 7 നൂറ്റാണ്ടുകൾക്ക് മുൻപ് പ്രവാചകനായ യെശയ്യാവ് വിളിച്ചു പറഞ്ഞു, അവൻ ദാവീദിന്റെ വംശത്തിൽ നിന്ന് ജനിക്കുവാനിടയാകും. അതിന്റെ പ്രവചനം
പ്രവൃത്തി പോലെ ദാവീദിന്റെ വംശത്തിൽപ്പെട്ട യോസേഫിന്റെ മകനായി, മറിയത്തിന്റെ മകനായി, പുരുഷന്റെ ഇഷ്ടത്താലല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, ദൈവത്തിന്റെ ഇഷ്ടത്താൽ, ദൈവത്തിന്റെ വചനത്താൽ, ദൈവത്തിന്റെ ആത്മാവിനാൽ, അത്യുന്നതന്റെ ശക്തിയാൽ, സ്ത്രീയുടെ സന്തതിയായി, ദാവീദിന്റെ സന്തതിയായി ദൈവത്തിന്റെ പുത്രൻ ലോകത്തിലേക്ക് വന്നു. പൗലോസ്ലീഹ അവിടെ ഇപ്രകാരമാണ് പറയുന്നത്: ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ചടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റ ഒരു ക്രിസ്തു ഉണ്ട്. മനുഷ്യവർഗത്തിന്റെ ശാപം മുഴുവൻ യേശു ക്രിസ്തു ചുമന്നത് കാൽവറി ക്രൂശിൽ അവൻ ബലിയായി തീർന്നപ്പോഴാകുന്നു. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. പൗലോസ്ലീഹയുടെ തന്നെ പരസ്യമായ ശുശ്രൂഷയുടെ മുഖത്ത് ഒരിക്കൽ താൻ ഇപ്രകാരം പത്രോസിന്റെ മറ്റു ശുശ്രൂഷയുടെ മുഖത്ത് താൻ ഒരിക്കൽ ഇപ്രകാരം പറയുകയുണ്ടായല്ലോ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിലേക്ക് നാം വരുമ്പോൾ 13-ാം അധ്യായം 22-23 വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം, യേശു ക്രിസ്തുവിനെ കുറിച്ച് ഇപ്രകാരം പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അന്ത്യോക്യ എന്ന് പറയുന്ന സ്ഥലത്ത് അവരായിരിക്കുമ്പോൾ അവർക്കൊരു പള്ളിയിൽ പ്രതിവാദം പറയുവാൻ ഉള്ള അവസരം ലഭിച്ചപ്പോൾ അവർ എഴുന്നേറ്റ് പറഞ്ഞ സന്ദർഭത്തിൽ ദാവീദിന്റെ സന്തതിയായി രക്ഷകനായ ക്രിസ്തു ലോകത്തിൽ വരും എന്നുള്ളതിനെ കുറിച്ച് പറയുവാനിടയായി. 22-23 വാക്യങ്ങൾ വേഗം വായിക്കാം. അവനെ നീക്കിയിട്ട് ദാവീദിനെ അവർക്ക് രാജാവായി വാഴിച്ചു. ഞാൻ യിശ്ശായിയുടെ മകനായ ദാവീദിനെ എനിക്ക് ബോധിച്ച പുരുഷനായി കണ്ടു. അവൻ എന്റെ ഹിതമെല്ലാം ചെയ്യുമെന്ന് അവനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. അവന്റെ സന്തതിയിൽ നിന്ന് ദൈവം വാഗ്ദത്തം ചെയ്തതുപോലെ ദൈവം വാഗ്ദത്തം ചെയ്തതുപോലെ ഇസ്രായേലിന് യേശു എന്ന രക്ഷകൻ വരുവാനിടയായി. വളരെ വ്യക്തമായി വിളിച്ചു പറയുകയാണ്, ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ദൈവം ലോകത്തിലെ മനുഷ്യനോട് വാഗ്ദത്തം ചെയ്തതുപോലെ രക്ഷകനായ മശിഹ ഭൂമിയിൽ അവതരിക്കുവാൻ ഇടയായി തീർന്നു. ആയിരുന്നവനായ ക്രിസ്തു, ഇരുന്നവനായ ക്രിസ്തു ആരായിരുന്നു എന്ന് ചിന്തിക്കുമ്പോൾ അനാദി നിത്യതയിൽ സൃഷ്ടിമകുടമായി ലോഗോസായി പിതാവായ ദൈവത്തോട് കൂടെ സ്വർഗത്തിൽ മറഞ്ഞിരുന്ന ക്രിസ്തു, വചനമായി മറഞ്ഞിരുന്ന ക്രിസ്തു അടുത്ത ഭാഗത്തേക്ക് വരുമ്പോൾ മനുഷ്യന്റെ വേഷവും ദാസന്റെ രൂപവും എടുത്ത് താണലോകത്തിലേക്ക് ഇറങ്ങി അബ്രഹാമിന്റെ സന്തതിയായി ഭൂലോകത്തിലെ സകല മാനവരാശിയും അനുഗ്രഹിക്കുവാൻ, സ്ത്രീയുടെ സന്തതിയായി മനുഷ്യവർഗത്തിന്റെ പാപം ചുമന്ന് അവന്റെ ശാപത്തെ വഹിക്കുവാനായി, ദാവീദിന്റെ സന്തതിയായി കാൽവറി ക്രൂശിൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ലോകത്തിലെ മനുഷ്യന്റെ രക്ഷകനായി യേശു ലോകത്തിൽ അവതരിക്കുമെന്നുള്ളത് പ്രവചനങ്ങളുടെ നിവർത്തിയായിരുന്നു. ക്രിസ്തു ലോകത്തിലേക്ക് ഇറങ്ങി വന്നു. എന്തിനെന്ന് ചോദിച്ചാൽ അബ്രഹാമിന്റെ സന്തതിയായി ലോകത്തിലെ ജാതികളെ അനുഗ്രഹിക്കുക. ഈ അനുഗ്രഹം എന്ന് പറയുന്നത് ശാപത്തിൽ നിന്നുള്ള വിടുതലാകുന്നു. പാപത്താൽ മനുഷ്യന്റെ മേൽ ഉളവായ ശാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുന്നത് സ്ത്രീയുടെ സന്തതിയായി ലോകത്തിലേക്ക് ഇറങ്ങി വന്ന ദൈവപുത്രനായ ക്രിസ്തു, അവൻ കാൽവറി ക്രൂശിന്മേൽ ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ടവൻ ഉയർത്തെഴുന്നേറ്റപ്പോൾ മനുഷ്യവർഗത്തിന്റെ ശാപം മുഴുവൻ അവൻ ഏറ്റുവാങ്ങുവാനിടയായി തീർന്നു. ആകയാൽ ഇന്ന് രാത്രിയിൽ ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളെ, യേശു ക്രിസ്തു ലോകത്തിലേക്ക് ഇറങ്ങി വന്നതിനാൽ ഇരുന്നവനായ ക്രിസ്തു ആരായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം, അവൻ നമുക്ക് വേണ്ടി പാപങ്ങളെ ചുമന്നവനായിരുന്നു. യേശു ക്രിസ്തുവിന്റെ ലോകത്തിലേക്കുള്ള ആഗമനം ദൂരവേ നിന്ന് കണ്ട സ്നാപക യോഹന്നാൻ ക്രിസ്തുവിനെ നോക്കി ഒരിക്കൽ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു: ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമന്നഴിക്കുന്ന ദൈവകുഞ്ഞാട്, ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവകുഞ്ഞാട് എന്നാകുന്നു കാണുന്നത്. എന്നാൽ അതിന്റെ ശരിയായ പരിഭാഷയിൽ തമിഴിലും മറ്റുമൊക്കെ വായിച്ചു നോക്കിയാൽ അവിടെ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്: ലോകത്തിന്റെ പാപത്തെ നീക്കിക്കളയുന്ന ദൈവകുഞ്ഞാട്, എടുത്തു മാറ്റുന്ന ദൈവകുഞ്ഞാട്. ലോകത്തിലെ മനുഷ്യൻ പാപത്താൽ പാപഭംഗിലമായി ജീവിതത്താൽ പാപത്തിന്റെ ഭാരം വഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകവേ അവന്റെ പാപത്തിന്റെ ഭാരം ചുമക്കുക ദാവീദിന്റെ സന്തതിയായി, സ്ത്രീയുടെ സന്തതിയായി, അബ്രഹാമിന്റെ സന്തതിയായി ഇന്നേക്ക് 2000 വർഷങ്ങൾക്കപ്പുറം മശിഹ പൂജാതനാകുവാനിടയായി അവന്റെ ജനനവും അവന്റെ ഈ ലോകത്തിലെ പ്രവൃത്തികളും മനുഷ്യവർഗത്തിന്റെ പാപങ്ങളെ അവൻ ചുമക്കുവാൻ വേണ്ടിയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. പൗലോസ്ലീഹ തന്റെ ലേഖനത്തിൽ ഇപ്രകാരം പറഞ്ഞല്ലോ: ക്രിസ്തുയേശു ലോകത്തിലേക്ക് വന്നത് പാപികളെ രക്ഷിപ്പാൻ എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനമാണ്. എങ്ങനെയാണ് അവൻ ഇത് വഹിച്ചതെന്ന് ചോദിക്കുമ്പോൾ യേശുവിന്റെ കാൽവറിയെ കുറിച്ച് നാം ചിന്തിക്കണം. എന്താണ് കാൽവറിയിൽ സംഭവിച്ചത്? പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് ലേഖനം എഴുതിയപ്പോൾ 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇപ്രകാരം പൗലോസ് വിളിച്ചു പറയുന്നു: പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്കായി പാപമാക്കി തീർത്തു. വായിച്ചാട്ടെ.
പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. പാപമറിയാത്തവരെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമായി തീർത്തു. ദൈവത്തിന് സ്തോത്രം. പാപമറിയാത്തവനെ യേശു തമ്പുരാന്റെ ജീവിതത്തെ കുറിച്ച് പഠിക്കുമ്പോൾ അവനിൽ ജന്മപാപമില്ലായിരുന്നു, കർമ്മണ പ്രവൃത്തിയിലുള്ള പാപമില്ലായിരുന്നു, ചിന്തയിൽ പാപമില്ലാത്തവനായി ജഡത്തിന്റെ ഇഷ്ടത്താലും പുരുഷന്റെ ഇഷ്ടത്താലും അല്ലാതെ അത്യുന്നതന്റെ ശക്തിയാൽ പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിന്റെ വചനത്താൽ ഉളവായ ദൈവപുത്രനായ ക്രിസ്തു അവനിൽ പാപമില്ലായിരുന്നു. പാപമില്ലാത്തവൻ പരിശുദ്ധനായവൻ യേശു ക്രിസ്തു എന്ന മഹാപുരോഹിതനെ കുറിച്ച് പൗലോസ്ലീഹ എബ്രായർക്ക് ലേഖനം എഴുതിയപ്പോൾ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, ഇങ്ങനെയുള്ള ഒരു മഹാപുരോഹിതനല്ലോ നമുക്കുള്ളത്, പവിത്രൻ, നിർമ്മലൻ, നിർദോഷൻ, പാപികളോട് വേർപെട്ടവൻ, സ്വർഗത്തെക്കാൾ ഉന്നതൻ. യേശുവിനെ കുറിച്ച് പൗലോസ്ലീഹ പറഞ്ഞത് അവൻ പവിത്രനായിരുന്നു, അവൻ നിർമ്മലനായിരുന്നു, സ്വർഗത്തെക്കാൾ ഉന്നതനായിരുന്നു, പാപികളോട് വേർപെട്ടവനായിരുന്നു. ദൈവത്തിന്റെ വചനം ഇവിടെ നാം വായിച്ചു കേട്ടത്, പാപമറിയാത്തവനെ ഞാനും നിങ്ങളും ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് യേശുവിനെ പരസ്യമായി നിർത്തുവാനിടയായി. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യേശു തമ്പുരാന്റെ ഇഹലോകത്തിലെ ശുശ്രൂഷ വേളയെങ്കിൽ യേശു ഒരിക്കൽ ഇപ്രകാരം പറഞ്ഞു. പഴയ നിയമകാലത്ത് ന്യായപ്രമാണത്തിന്റെ വ്യവസ്ഥയിൽ മരുഭൂമിയിൽ കൂടെ മോശ ഇസ്രായേൽ ജനത്തെ നടത്തിയപ്പോ അഗ്നിസർപ്പങ്ങൾ ഒരിക്കൽ പാളയത്തിൽ വന്ന് ഇസ്രായേൽ പാളയത്തിൽ ജനത്തെ കടിച്ച് അവർ മരിച്ചപ്പോ ദൈവത്തിന്റെ വാക്ക് കേട്ട മോശ പാളയത്തിന്റെ നടുവിൽ ഒരു കൊടിമരം ഉയർത്തിയിട്ട് അതിലൊരു താമ്രസർപ്പത്തെ ഉയർത്തി. ഈ സംഭവത്തെ എടുത്തു ധരിച്ചുകൊണ്ട് മശിഹ തമ്പുരാൻ ഇപ്രകാരം പറഞ്ഞു, മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാകുന്നു. ഇന്നത്തെ ലോകത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവന്ന ഈ ലോകത്തിന്റെ മധ്യഭാഗത്തായി ഭൂമിശാസ്ത്രപരമായി നോക്കിയ ഈ ഭൂഗോളത്തിന്റെ മധ്യഭാഗമാകുന്നു യെരൂശലേം എന്ന് പറയുന്നത്. ഭൂലോകത്തിന്റെ മധ്യഭാഗത്ത് ഭൂമിയിലുള്ള ഏതൊരു മനുഷ്യരും, അത് ആഫ്രിക്കക്കാരനായിക്കൊള്ളട്ടെ, അത് ഏഷ്യക്കാരനായിക്കൊള്ളട്ടെ, യൂറോപ്യനായിക്കൊള്ളട്ടെ, ആസ്ട്രേലിയക്കാരനായിക്കൊള്ളട്ടെ, ലോകത്തിന്റെ ഏത് കോണിലിരുന്നാലും അവന്റെ ഹൃദയത്തിന്റെ വാതിൽമറ തുറന്ന കാണത്തക്ക നിലയിൽ ദൈവം, പിതാവായ ദൈവം തന്റെ പുത്രനായ ക്രിസ്തുവിനെ ക്രൂശിന്മേൽ പരസ്യമായി നിർത്തി. എന്തിനെന്ന് ചോദിച്ചാൽ, പാപമറിയാത്തവനെ ലോകത്തിലെ മനുഷ്യരായ ഞാനും നിങ്ങളും അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ പരസ്യമായി നിർത്തുകയായിരുന്നു. യേശു തമ്പുരാനെ കാൽവറി ക്രൂശില് ദൈവം ഉയർത്തി നിർത്തിയത് എന്തിനെന്ന് ചോദിച്ചാൽ, പാപമറിയാത്ത ക്രിസ്തുവിനെ നമുക്ക് വേണ്ടി പാപമാക്കി തീർത്തു. ന്യായപ്രമാണത്തിന്റെ വ്യവസ്ഥയിൽ ഒരുവൻ പാപം ചെയ്യുമ്പോൾ അവൻ സമാഗമന കൂടാരത്തിലേക്ക് വന്നാൽ അവന്റെ മേലുള്ള പാപത്തിന്റെ പരിഹാരത്തിനായിട്ട് ഒരു യാഗവും വഴിപാടുമുണ്ട്. മറ്റൊരു അനുഭവത്തിൽ നോക്കുമ്പോൾ 2 ആട്ടുകൊറ്റന്മാരെ കൊണ്ടുവരുന്നു. അതിൽ ഒന്നിനെ അവൻ യാഗമർപ്പിച്ചിട്ട് മറ്റേതിന്റെ തലമേൽ അവൻ കൈവച്ച് അവന്റെ പാപത്തിന്റെ ഭാരം മുഴുവൻ വെച്ചിട്ട് അതിനെ അസസേൽ നിന്ന് പറഞ്ഞ് മരുഭൂമിയിലേക്ക് അയക്കുകയാ. ഇതുപോലെ നമ്മുടെ കർത്താവായ യേശു തമ്പുരാൻ ഭൂലോകത്തിൽ പാർക്കുന്ന മാനവജാതിയുടെ പാപങ്ങളെ മുഴുവൻ സ്വന്തം ചുമലിൽ ചുമന്നുകൊണ്ട് കാൽവറി ക്രൂശിലേക്ക് നടന്നു പോകുമ്പോ പീലാത്തോസിന്റെ ഗബദ എന്ന കൽത്തളം തുടങ്ങി ദൈവത്തിന് സ്തോത്രം ഗാൽഗൂത്ത എന്ന കുലത്തളം വരെ ദൈവപുത്രനായ ക്രിസ്തു വീണുമെഴുന്നേറ്റും മൃഗീയമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങി താങ്ങുവാൻ കഴിയാത്ത മരക്കുരിശിന്റെ ഭാരവും കൊണ്ട് ശരീരം മുഴുവൻ അടിയേറ്റ് അവശനായി, കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് വിരൂപനായി അവൻ കാൽവറിയിലേക്ക് നടന്നുപോയ കാഴ്ച നിങ്ങളുടെ ആത്മാവിന്റെ കണ്ണുകൾ കൊണ്ട് കാണുവാൻ കഴിയുമോ? ലോകത്തിലെ സകല മാനവജാതിയുടെ പാപങ്ങളെ സ്വന്തം ചുമലിൽ ചുമന്നുകൊണ്ട് യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞില്ലേ, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമന്നഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഇന്ന് ലോകത്തിന്റെ സാക്ഷ്യമെടുക്കൂ, ലോകത്തിന്റെ ചരിത്രം പഠിക്കൂ. മാനവജാതിയുടെ പാപം ചുമക്കുക, അല്ലെങ്കിൽ ആശ്രിതരായി നിൽക്കുന്നവരുടെ പാപത്തെ ചുമക്കുക. അവർക്ക് വേണ്ടി മറുവിലയായി തീർന്ന ഉലകത്തിൽ ഒരൊറ്റ നേതാക്കന്മാരെ എടുത്തു കാണിക്കാമോ? മതസ്ഥാപകരെ കാണിക്കാമോ? ഇല്ല. യേശു തമ്പുരാനല്ലാതെ ഭൂലോകത്തിന്റെ മധ്യത്തിൽ മാനവചരിത്രം പഠിച്ചാൽ, വേദാന്ത ചരിത്രം പഠിച്ചു നോക്കിയാൽ യേശു തമ്പുരാനല്ലാതെ അങ്ങനെ ഒരു വ്യക്തിയെ നമുക്ക് കാണുവാൻ സാധ്യമല്ല. അത് ദൈവപുത്രനായ ക്രിസ്തു തന്നെയാകുന്നു. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ അത് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് കരങ്ങളെ ഉയർത്തി ഒരു ഹല്ലേലൂയ മുഴക്കിയാട്ടെ. നമ്മുടെ യേശു തമ്പുരാൻ പാപങ്ങളെ ചുമന്നുകൊണ്ട് കാൽവറിയിലേക്ക് പോയി. മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലന്മാർ വിളിച്ചു പറഞ്ഞില്ലേ, അവന്റെ സന്തതിയിൽ നിന്ന് മശിഹ എന്ന രക്ഷിതാവ് ഇറങ്ങി വന്നു. അവന്റെ സന്തതിയിൽ നിന്ന് മശിഹ എന്ന രക്ഷിതാവ് ഇറങ്ങി വന്നു. ഇവിടെ നാം വായിച്ചത്, പാപമറിയാത്ത ക്രിസ്തു നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവനെ ഇതാ പരസ്യമായി നിർത്തിയിരിക്കുകയാ. 3 ആണികളിൽ മേൽ തൂങ്ങിയ ദൈവപുത്രനായ ക്രിസ്തു ആകാശത്തിനും ഭൂമിക്കും മധ്യേ
ദൈവത്തിന്റെ കൃപയ്ക്ക് മനുഷ്യന്റെ മുൻപാകെ ഉണ്ടായിരുന്ന ന്യായപ്രമാണത്തിനും ഇടയിൽ സ്വർഗത്തിനും ഭൂമിക്കും മധ്യേ ഇതാ തൂങ്ങിക്കിടക്കുന്ന കുഞ്ഞാടിനെ കാണുന്നില്ലേ? അവനാകുന്നു നമ്മെ നീതീകരിക്കുവാൻ പാപമായി തീർന്ന ദൈവ കുഞ്ഞാട്. ദൈവത്തിന് സ്തോത്രം. എന്താകുന്നു യേശുവിന്റെ കാൽവറി? ഞാനും നിങ്ങളും ദൈവത്തിന്റെ മുൻപാകെ നീതിമാന്മാരായി തീരുവാൻ ഇരുന്നവനായ ക്രിസ്തു അവൻ മുമ്പാരായിരുന്നു. വചനമായി സ്വർഗത്തിൽ പിതാവിനോടുകൂടെ, ആളത്വമായി ഭൂമിയിൽ നമ്മോടുകൂടെ അവൻ കാൽവറി ക്രൂശിൽ മരിക്കുന്നത് വരെ എന്റെയും നിങ്ങളുടെയും പാപം ചുമന്നുകൊണ്ട് അവൻ ഗാൽഗുഥായിലേക്ക് നടന്നുപോയി പാപങ്ങളെ ചുമന്ന ദൈവ കുഞ്ഞാടായി അവൻ തീരുവാനിടയായി തീർന്നു. മാത്രമല്ല, ഈ ക്രൂശീകരണത്തെ കുറിച്ച് പഠിക്കുമ്പോൾ റോമാലേഖനത്തിലേക്ക് നാം വന്നാൽ അതിന്റെ 5-ാം അധ്യായത്തിലേക്ക് നാം വായിച്ചു നോക്കുമ്പോൾ 3 കാര്യങ്ങൾ പ്രധാനമായി നമുക്ക് കാണുവാൻ സാധിക്കും. റോമർ 5-ന്റെ 6-ാം വാക്യത്തിൽ ഇപ്രകാരം പൗലോസ്ലീഹ പറയുന്നു, നാം ബലഹീനരായിരിക്കെ യേശു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു. ഞാനും നിങ്ങളും ബലഹീനരായിരിക്കെ, അഭക്തരായിരുന്ന നമുക്ക് വേണ്ടി, നാം ബലഹീനരായിരിക്കുമ്പോൾ ദൈവഭക്തിയുടെ മർമ്മത്തെ ഗ്രഹിപ്പാൻ കഴിയാത്ത ലോകത്തിലെ മാനവജാതിക്ക് വേണ്ടി ക്രിസ്തു തക്ക സമയത്ത് മരിച്ചു. റോമർ 5-ന്റെ 8-ാം വാക്യത്തിൽ നാം പാപികളായിരിക്കെ യേശു തമ്പുരാൻ മരിച്ചതിനാൽ പിതാവായ ദൈവത്തിന് തന്റെ ലോകത്തോട്, തന്റെ സൃഷ്ടിയായ മനുഷ്യനോടുള്ള സ്നേഹത്തെ വെളിപ്പെടുത്തി. നാം ബലഹീനരായിരുന്നപ്പോൾ, റോമർ 5-ന്റെ 6-ൽ വായിച്ചത്, നാം ബലഹീനരായിരുന്നപ്പോൾ യേശു തക്ക സമയത്ത് മരിച്ചു. യേശുവിന്റെ തക്ക സമയത്തുള്ള മരണമായിരുന്നു എന്റെയും നിങ്ങളുടെയും ഈ രക്ഷ എന്ന് പറയുന്നത്, ഈ ഭാഗ്യകരമായ പ്രത്യാശ എന്ന് പറയുന്നത്. അവൻ തക്ക സമയത്ത് നമുക്കായി മരിച്ചു. റോമർ 5-ന്റെ 8-ാം വാക്യത്തിൽ പൗലോസ്ലീഹ വീണ്ടും പറയുക, നാം പാപികളായിരുന്നപ്പോ യേശു ക്രിസ്തുവിന്റെ മരണം നമ്മോടുള്ള ദൈവസ്നേഹത്തിന്റെ ദൃഷ്ടാന്തമായിരുന്നു. മാനവജാതിയെ സ്നേഹിച്ച ദൈവം തന്റെ പുത്രനായ ക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയച്ചു തരുവാനിടയായി. ദൈവത്തിന്റെ മടിയിലിരുന്ന തന്റെ ഓമനക്കുമാരൻ, ദൂതന്മാർ ആരാധിച്ചു കൊണ്ടിരുന്നവൻ, ആരാധ്യ പുരുഷനായ ക്രിസ്തുവിനെ, മാനവജാതിയുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവപുത്രനായ ക്രിസ്തുവിനെ ഇതാ പിതാവായ ദൈവം ലോകത്തിലേക്ക് എറിഞ്ഞു തരുവാനിടയായി. അവൻ മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്കായി താണലോകത്തിലേക്ക് ഇറങ്ങി വന്നു. അതാണ് നമ്മുടെ വായിച്ചത്. നമ്മോടുള്ള സ്നേഹത്തെ അവൻ വെളിപ്പെടുത്തി. ഇനി റോമർ 5-ന്റെ 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇപ്രകാരം പറയുന്നു, നാം ശത്രുക്കളായിരിക്കെ അവൻ മരിച്ചതിനാൽ, ദൈവത്തിന് സ്തോത്രം, എനിക്കും നിങ്ങൾക്കും ദൈവത്തോട് നിരപ്പ് വന്നു. എന്താണ് കാൽവറിയിൽ സംഭവിച്ചതെന്നറിയാമോ? നാം ബലഹീനരായിരുന്നപ്പോ, നമ്മുടെ പ്രാപ്തിയും സ്ഥാനവും കഴിവുമെല്ലാം നഷ്ടപ്പെട്ടിരുന്നപ്പോൾ, ശാപത്തിൽ നിന്നുള്ള വിടുതലിന് മാർഗമില്ലാതെ ഇരുന്നപ്പോൾ, പാപത്താൽ പിടിക്കപ്പെട്ട് ബലഹീനരായിരുന്ന മനുഷ്യന്റെ വിടുതലിനായി ദൈവപുത്രനായ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു. ദൈവഭക്തിയെ ഗ്രഹിക്കാത്ത ആളുകൾക്ക് വേണ്ടി തക്ക സമയത്ത് യേശു മരിച്ചു. അതാണ് യേശുവിന്റെ കാൽവറി. റോമർ 5-ന്റെ 8-ാം വാക്യത്തിൽ പറയുന്നത്, നാം പാപികളായിരിക്കെ അവൻ മരിച്ചതിനാൽ ദൈവത്തിന്റെ സ്നേഹം. എന്താണ് കാൽവറി എന്ന് ചോദിച്ചാൽ, ദൈവസ്നേഹത്തിന്റെ പ്രദർശന മണ്ഡലമായിരുന്നു. സ്നേഹം എന്ന് പറയുന്ന വാക്കിന് എവിടെയും ഒരു പ്രദർശന മണ്ഡലമുണ്ട്. പ്രിയമുള്ളവരെ, ദൈവത്തിന് സ്തോത്രം. നാം വീട്ടിൽ വളർത്തുന്ന ഒരു നായയെ നോക്കിയാൽ അതതിന്റെ യജമാനെ കാണുമ്പോൾ അതിന്റെ വാലാട്ടി കാണിക്കുന്നു, ആ യജമാനോട് ചേർന്ന് വന്ന് നിൽക്കുന്നു. അതതിന്റെ സ്നേഹത്തിന്റെ പ്രദർശന മണ്ഡലമാ. എന്നാൽ ലോകത്തിൽ ഒരുപാട് സ്നേഹങ്ങളെ മനുഷ്യൻ കണ്ടിട്ടുണ്ട്. എന്നാൽ ഉലക ചരിത്രം പഠിക്കൂ, ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സ്നേഹമേറെന്നറിയാമോ? അത് നമ്മുടെ കാൽവറിയിൽ യേശു തമ്പുരാന്റെ മരണമായിരുന്നു. സ്വന്തം പുത്രനെ ആദരിക്കാതെ മാനവജാതിക്ക് വേണ്ടി നൽകി തന്നവൻ തന്റെ ഓമനക്കുമാരനെ ഓർക്കാതെ ലോകത്തിലേക്ക് നമുക്കായി നൽകി തന്ന പിതാവിന്റെ ആ സ്നേഹം. അതുകൊണ്ടാകുന്നു പിൽക്കാലത്ത് യോഹന്നാൻ അപ്പോസ്തലൻ ലേഖനം എഴുതിയപ്പോ 1 യോഹന്നാൻ 3-ന്റെ 1-ാം വാക്യത്തിൽ ഇപ്രകാരം താൻ വിളിച്ചു പറഞ്ഞു, കാൺമേ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു, എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. ആകയാൽ ആ സ്നേഹത്തിന്റെ പ്രദർശന മണ്ഡലമായിരുന്നു യേശുവിന്റെ കാൽവറി. എന്താണ് കാൽവറി? ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പ്രദർശന മണ്ഡലം. അടുത്തതായി നോക്കുമ്പോ, ശത്രുക്കളായിരിക്കെ, നാം ദൈവത്തിന് ശത്രുക്കളായിരിക്കെ, ദൈവവചനത്തിന് ശത്രുത്വമായിരിക്കെ, ദൈവപ്രമാണങ്ങൾക്കെതിരായി നിൽക്കവേ അവൻ കൃത്യസമയത്ത് നമുക്കായി മരിച്ചതിനാൽ ദൈവത്തോട് നമുക്കൊരു നിരപ്പുണ്ടായി. എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും ദൈവത്തോട് സമന്മാരായി. പാപത്താൽ അധമ പാതാളത്തിന്റെ വാതിൽക്കൽ നിന്നിരുന്ന നമ്മെ സ്വർഗ്ഗസിയോന്റെ പടിവരെയും കൈപിടിച്ചുയർത്തുന്ന ദൈവത്തിന്റെ സ്നേഹമായിരുന്നു യേശുവിന്റെ കാൽവറി എന്നുള്ളത്. യേശു തമ്പുരാന്റെ കാൽവറി വരി എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പ്രദർശനമായിരുന്നു. ദൈവത്തോട് നമ്മെ നിരപ്പിച്ചൊരനുഭവമായിരുന്നു. ദൈവഭക്തിയുടെ മർമ്മം വെളിപ്പെട്ട ഒരനുഭവമായിരുന്നു യേശുവിന്റെ കാൽവറി എന്നുള്ളത്.
ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇനി നാം നോക്കുമ്പോ യേശുവിന്റെ ഈ കാൽവറി മരണത്താൽ എന്താകുന്നു സംഭവിച്ചത്? 2-3 വിഷയങ്ങൾ കൂടെ ചിന്തിച്ച് രാത്രിയിലെ നമ്മുടെ ചിന്ത നമുക്ക് അവസാനിപ്പിക്കുക. യേശു ക്രിസ്തുവിന്റെ മരണത്താൽ, അവന്റെ കാൽവറി ബലിയാൽ എന്താണ് ഉണ്ടായത്? ദൈവത്തിന് സ്തോത്രം. ലോകത്തിലെ മനുഷ്യന്റെ മുൻപാകെ എന്താണ് ഉണ്ടായതെന്ന് ദൈവവചനം നോക്കുമ്പോൾ പൗലോസ് ശ്ലീഹാ എബ്രായർക്ക് എഴുതിയ ലേഖനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരണം. എബ്രായ ലേഖനം 2-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ 2-ാം അധ്യായത്തിന്റെ 14-15 വാക്യങ്ങൾ വായിച്ചാൽ, പെട്ടെന്ന് വായിച്ചട്ടെ. 2:14-15. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായി പിശാചിനെ തന്റെ മരണത്താൽ നീക്കി, മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി, ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. ദൈവത്തിന് സ്തോത്രം. ജീവപര്യന്തം മരണഭീതിക്ക് അടിമകളായിരുന്ന അവരെ ഒക്കെയും വിടുവിച്ചു. യേശുവിന്റെ കാൽവറി മരണത്തിൽ നടന്ന പ്രധാന ഒരു സംഭവം മരണഭയത്തിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാൻ ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ ലോകത്തിലെ മനുഷ്യനെല്ലാം മരണത്തെ പേടിക്കുക. ഇന്ന് രാത്രി ഞാൻ ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളോടൊന്ന് ചോദിക്കട്ടെ, മരണത്തെ പേടിയില്ലാത്തവരോട് ഉണ്ടോ? ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുമായിരിക്കും, വെറുതെ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുവാൻ ചോദിക്കുന്ന ചോദ്യമാ. ലോകത്തിലെ മനുഷ്യർ മരണത്തെ പേടിക്കുക. നമ്മൾ പ്രഭാതത്തിലെ റോഡിലേക്കൊന്ന് ഇറങ്ങിയാൽ കാണാം ആളുകളൊക്കെ ഇങ്ങനെ ലെഫ്റ്റ് റൈറ്റ് അടിച്ച് ഇങ്ങനെ നടന്നു പോകുന്നത്. എന്തിനെന്ന് ചോദിച്ചാൽ, വ്യായാമം മരിക്കുമോ, കൊളസ്ട്രോൾ വരുമോ, പ്രഷർ കയറി പിടിക്കുമോ, ഒരു ഭാഗമൊക്കെ തളർന്നു പോകുമോ എന്നുള്ള പേടിയിൽ അതിരാവിലെ എഴുന്നേറ്റ് ഓടുകയാണ്. സഹോദരിമാർ ഉൾപ്പെടെയാണ് ഓടുന്നത്, തലയിൽ ഒരു ടോർച്ചും കെട്ടിവെച്ച്. ദൈവത്തിന് സ്തോത്രം. ചിലരാണെങ്കിൽ ഈ ആനയുടെ പുറത്ത് റിഫ്ലക്ടർ വെക്കുന്നത് പോലെ റിഫ്ലക്ടറുമായിട്ടൊക്കെയാണ് പോകുന്നത്. ഈ കാലത്തൊക്കെ അത് അല്പം കുറഞ്ഞിട്ടുണ്ട്. കാരണം രാവിലെ ഓടാൻ പോയ പലരെയും വണ്ടി ഇടിച്ച് ചത്തതിനാൽ പലരും ഇപ്പോൾ ഓട്ടം കഴിഞ്ഞ് വീട്ടിലിരിക്കുക. മനുഷ്യന് മരണത്തെ മരിക്കുമോ എന്നുള്ള ഭയത്താൽ ഡയബറ്റിക്സിനെ പേടിക്കുന്നു, കൊളസ്ട്രോളിനെ പേടിക്കുന്നു. അതിന് വ്യായാമം ചെയ്യുന്നു, എക്സർസൈസ് ഒക്കെ ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. ഓടുന്നു, ചാടുന്നു ഒക്കെ ചെയ്യുക. എൻ്റെ മതം എന്ന് പറഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ പ്രത്യേകിച്ച് നിങ്ങൾ ഒരു വ്യായാമത്തിനും പോകണ്ട, ആരാധനയ്ക്ക് പോകുന്ന നല്ലതുപോലെ ഒന്ന് ആത്മാവിൽ നിറഞ്ഞ് സന്തോഷിച്ചാൽ മതി. ഇന്ന് പല ദൈവമക്കളുടെ ആത്മനിറവൊക്കെ പണ്ട് നമ്മുടെ ഒരു പഴയ പാസ്റ്ററപ്പച്ചൻ പറഞ്ഞതുപോലെയാ, വെറ്റിലയിൽ ഇങ്ങനെ വല്യപ്പന്മാർ ചുണ്ണാമ്പ് തേക്കുന്ന പോലെയാ. ഇങ്ങനെ ഒരു തിരുമ്പ് മാത്രമേ ഉള്ളൂ. എൻ്റെ മതപ്രകാരം നന്നായിട്ടൊന്ന് ആത്മാവിൽ നിറഞ്ഞാൽ മതി, സകല പ്രഷറും പോകും, സകല കൊളസ്ട്രോൾ ഓടിപ്പോയിക്കൊള്ളും. അതാണ് ഏറ്റവും വലിയ വ്യായാമം. ആത്മാവിൽ നിറയുന്ന ദൈവമക്കളുടെ മുൻപാകെ ദൈവത്തിന് സ്തോത്രം ഒരു ശക്തികൾക്ക് നിൽക്കുവാൻ സാധ്യമല്ല. പണ്ട് നമ്മുടെ ഇടയിൽ നടന്നൊരു സംഭവം, ഒരു പ്രായമുള്ള പിതാവ് ഇങ്ങനെ കാത്തിരിപ്പ് യോഗം കഴിഞ്ഞ് മുമ്പോട്ട് പോവുകയാണ്. രാത്രിയിൽ ഇന്നത്തെ പോലെയുള്ള സൗകര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ആരാധന ആശീർവാദം പറയുന്നതിന് മുമ്പ് നമ്മൾ കോണ്ടോസക്കാറിൽ വീട്ടിൽ ചെന്നിരിക്കും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ 3ാമത്തെ ഹല്ലേലൂയ പറയുമ്പോൾ ഹോണ്ട സിറ്റി നമ്മുടെ മുറ്റത്ത് ഹോൺ അടിച്ചിരിക്കും, ഉറപ്പാ. ഇന്നത്തെ രീതി അങ്ങനെ. എന്നാൽ അന്ന് അങ്ങനെയല്ല. ചൂട്ടുകറ്റയൊക്കെ കത്തിച്ച് പന്തം കത്തിച്ച് ആളുകൾ ചേർന്ന് ഇങ്ങനെ നടന്നാ പോകുന്നത്. പണ്ടൊരിക്കൽ ഒരു വലിയപ്പച്ചൻ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ദൈവത്തിന് സ്തോത്രം, ഇന്നത്തെ ഹൈടെക് കാലമല്ല, അന്നത്തെ കള്ളന്മാരും ഇത്ര ഹൈടെക് ഒന്നുമല്ല. ഇന്നത്തെ കള്ളന്മാരൊക്കെ ഹൈടെക് കള്ളന്മാരാണ്. കമ്പ്യൂട്ടർ ഉപയോഗിച്ചാണ് അവർ മോഷണം നടത്തുന്നത്. എന്നാൽ അന്നത്തെ കള്ളന്മാരും ഹൈടെക് അല്ല. അന്നിങ്ങനെ ആളുകളെ തുണി ചുറ്റി പിടിക്കുക, ചാക്ക് തലയിലിട്ട് പിടിക്കുക, അങ്ങനെയൊക്കെ ഉള്ള രീതിയാ. നമ്മുടെ ഈ അപ്പച്ചന് ഇങ്ങനെ കാത്തിരിപ്യോഗം കഴിഞ്ഞ് മുൻപോട്ട് പോകുമ്പോൾ കള്ളന്മാർ വന്നൊരു ചാക്കെടുത്ത് ഈ അപ്പന്റെ തലയിലേക്ക് ഇട്ടു. അപ്പന് ഇടിവെട്ടുന്നത് പോലെ 2 അന്യഭാഷ. യവന്മാര് പല ഭാഷയും കേട്ടിട്ടുണ്ട്, പക്ഷേ ഇതുപോലെ ഒരു അന്യഭാഷ കേട്ടിട്ടില്ല. പിടിച്ച ചാക്ക് വിട്ടിട്ട് ഓട്ടം ജീവനം കൊണ്ടുപോയി. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഓടിയ വഴിക്ക് പുല്ല് പോലും മുളച്ചിട്ടില്ല. അവന്മാര് പിന്നെ മോഷണത്തിന് പോയോന്ന് പോലും അറിഞ്ഞുകൂടാ. ദൈവത്തിന് സ്തോത്രം. അന്യഭാഷയിൽ ആത്മാവിൽ നിറഞ്ഞ് ദൈവത്തെ ആരാധിക്കുന്ന ഒരു വ്യായാമമാ പ്രിയമുള്ളവര്. ഇന്ന് ലോകത്തിലെ മനുഷ്യൻ മരണത്തിന്റെ ഭയത്താൽ ഓടി നടക്കുമ്പോ യേശുവിന്റെ കാൽവറി മരണം വിളിച്ചു പറയുന്നു, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകയാൽ അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി തന്റെ മരണത്താൽ മരണത്തിന്റെ അധികാരിയായ പിശാചിനെ പരാജയപ്പെടുത്തി ജീവപര്യന്തം മരണഭീതിക്ക് അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. ഹല്ലേലൂയ. അവൻ നമ്മെ വിടുവിച്ച ദൈവമാണ്. മരണത്തിന്റെ ഭയം. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ദൈവമക്കൾക്ക് മരണഭയമില്ല. പൗലോസ് പറയുന്നു, ജീവിക്കുന്ന ക്രിസ്തു, മരിക്കുന്നത് ലാഭം. ഒരു ദൈവവൈതലിന്റെ പ്രത്യാശയും അതായിരിക്കട്ടെ. ഈ ലോകത്തിൽ ജീവിക്കുന്നത് യേശുവിന് വേണ്ടി, മരിച്ചാൽ അത് സ്വർഗത്തിന് ലാഭമായിരിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. രണ്ടാമതായി നാം നോക്കുമ്പോൾ യേശു ക്രിസ്തു കാൽവറിയിൽ ഇങ്ങനെ രക്തം ചീന്തിയത് എന്തിനാണ്? യേശു തമ്പുരാനെ അങ്ങ് തൂക്കിക്കൊല്ലുകയോ അല്ലെങ്കിൽ ലോകപ്രകാരമുള്ള ഏതെങ്കിലും രീതിയിലും കൊന്നാൽ പോരെ? ബൈബിൾ പറയുന്നു, അവൻ തന്റെ അവസാനത്തുള്ളിൽ രക്തം ഊറ്റിക്കൊടുത്തു. ഏറ്റവും ഒടുവിൽ ലോങ്കിനസ് എന്ന് പറയുന്ന ഒരു പടയാളി അവന്റെ വിലാപ്പുറത്തേക്ക് നീളമുള്ള കൂർത്തുമൂർത്ത കുന്തം ആഞ്ഞുകുത്തി കടത്തുമ്പോ രക്തവും വെള്ളവും പുറപ്പെട്ടെന്ന് പറഞ്ഞാൽ ഇനി ഒരു തുള്ളി പോലും അവന്റെ ശരീരത്തിൽ രക്തം ശേഷിക്കുന്നില്ല. രക്തം മുഴുവൻ ലോകത്തിൽ ഊറ്റിക്കൊടുത്തു. എന്തിനെന്ന്
എന്തിനെന്നറിയാമോ? രക്തം ഊറ്റിക്കൊടുത്ത് യേശു മരിച്ചത്. ബൈബിൾ നാം പഠിക്കുമ്പോൾ ന്യായപ്രമാണത്തിന്റെ വ്യവസ്ഥയിലേക്ക് വരുമ്പോൾ ദൈവത്തിന് സ്തോത്രം, എബ്രായ ലേഖനം 9:22 വാക്യം വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം വിളിച്ചു പറയുന്നു, രക്തച്ചൊരിച്ചിൽ കൂടാതെ വിമോചനമില്ല. ന്യായപ്രമാണത്തിന്റെ വ്യവസ്ഥയിൽ ഒരുവന്റെ പാപത്തിന് പരിഹാരം ഉണ്ടാകണമെങ്കിൽ അവനൊരു മൃഗത്തെ അറക്കണമായിരുന്നു, അല്ലെങ്കിൽ ഒരു പ്രാവും കുഞ്ഞിനെ അറക്കണമായിരുന്നു. ദൈവത്തിന് സ്തോത്രം, അല്ലെങ്കിൽ ഒരു ആട്ടുകൊറ്റനെ അറക്കണമായിരുന്നു. രക്തച്ചൊരിച്ചിൽ ആവശ്യമായിരുന്നു. ന്യായപ്രമാണത്തെ നിവർത്തിപ്പാൻ ലോകത്തിൽ വന്ന ക്രിസ്തു അവൻ തന്റെ സ്വന്തം രക്തം മാനവരാശിക്ക് വേണ്ടി കൊടുക്കുവാനിടയായി. എന്താണ് അവൻ ക്രൂശിൽ രക്തം ചൊരിച്ചതിനാലുള്ള ഗുണം? അത് ചിന്തിക്കുമ്പോൾ രക്തച്ചൊരിച്ചിലിനാൽ ഒരു വലിയ വിമോചനമുണ്ടായി. എഫേസ്യർക്ക് പൗലോസ് ലേഖനം എഴുതിയപ്പോൾ 1-ാം അധ്യായം അതിന്റെ 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇപ്രകാരം വായിക്കുന്നില്ല, വായിക്കാൻ സമയമില്ല. അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പ് ദൈവമക്കൾക്ക് ഉണ്ടാകുവാനിടയായി. അതിക്രമങ്ങളുടെ മോചനം, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നമുക്ക് അതിൽ നിന്നൊരു മോചനം നൽകിയത് യേശു തമ്പുരാന്റെ കാൽവറി മരണത്തിൽ അവൻ നമുക്ക് വേണ്ടി ഒഴുക്കി തന്ന അവന്റെ പുണ്യാഹ രക്തമാകുന്നു. അവൻ കാൽവറിയിൽ നമുക്കായിട്ട് ഒഴുക്കി തന്ന അവന്റെ രക്തമാകുന്നു. യേശു തമ്പുരാന്റെ മരണം, അവൻ കാൽവറിയിൽ മരിച്ചപ്പോൾ അവൻ രക്തമൊഴുക്കിയത് എന്തിനെന്ന് ചോദിച്ചാൽ അവന്റെ രക്തത്താൽ മാനവരാശിയുടെ അതിക്രമങ്ങൾക്ക് വിമോചനമുണ്ട്. കാൽവറി വിളിച്ചു പറയുന്ന ഒരു സന്ദേശമുണ്ട്. ലോകത്തിന്റെ ചരിത്രം പഠിച്ചാൽ വിമോചന സമരങ്ങൾ നൂറുകണക്കിന് ലോകം കണ്ടിട്ടുണ്ട്. എന്നാൽ ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ വിമോചന പ്രസ്ഥാനവും വിമോചന സമരവും എന്നുള്ളത് യേശു തമ്പുരാന്റെ കാൽവറിയിലേക്കുള്ള യാത്രയായിരുന്നു. അവൻ ഒറ്റയ്ക്കാണ് പോയത്. എന്നാൽ ഇന്നത്തെ വിമോചന സമരത്തിന് വേണ്ടി ആളുകളൊക്കെ ഓടിപ്പോകുന്നത് കണ്ടിട്ടില്ലേ? ദൈവത്തിന് സ്തോത്രം, ധീരാ വീരാ നേതാവേ എന്നൊക്കെ വിളിച്ചുകൊണ്ട് 5-8 പിന്നാലെ എന്നൊക്കെ പറഞ്ഞ് വിമോചന സമരത്തിന് ആളുകളെ പിന്നിൽ നിർത്തിക്കൊണ്ട് മുമ്പിൽ നിൽക്കുന്നവർ ഓടിമറയുന്ന കാഴ്ച. എന്നാൽ യേശു തമ്പുരാൻ കാൽവറിയിൽ കാണിച്ച വിമോചനം, അവൻ ഒറ്റയ്ക്കാണ് പോയത്. ഈ ഭൂലോകത്തിന്റെ മുഴുവൻ ഭാരവും, ഈ പ്രപഞ്ചത്തിലുള്ള സകല മനുഷ്യന്റെയും ഭാരം അവൻ സ്വന്തം ചുമലിൽ വഹിച്ച് അവൻ നെഞ്ചുവിരിച്ച് കാൽവറിയിലേക്ക് നടന്നു പോയപ്പോൾ, അവന്റെ രക്തം അവിടെ ഒഴുക്കപ്പെട്ടപ്പോൾ വലിയൊരു വിമോചനത്തിന്റെ വിളംബര ധ്വനി അവിടെ കേട്ട് എന്തെന്നറിയാമോ? അതിക്രമങ്ങളാൽ മരിച്ചുപോയ മാനവരാശി അവന്റെ രക്തത്താൽ വിമോചനം പ്രാപിച്ചു. യേശുവിന്റെ രക്തം ഒരു വിമോചനമായിരുന്നു. അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. അടുത്തതായി നാം ചിന്തിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം, എന്തിനാണ് യേശു ഇങ്ങനെ ക്രൂശിൽ കഷ്ടപ്പെട്ടത്? ക്രൂശിൽ യേശു തമ്പുരാൻ എന്തിനാ കഷ്ടപ്പെട്ടത്? ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ക്രൂശിലെ യേശുവിന്റെ കഷ്ടപ്പാട് നോക്കുമ്പോൾ എന്തിനാണെന്ന് നാം ചിന്തിച്ചാൽ, ഇന്ന് പലരും ഈ കഷ്ടാനുഭവ ആഴ്ചകളൊക്കെ വരുമ്പോൾ, അമ്പർ നോയമ്പൊക്കെ വരുമ്പോൾ അന്ന് മാത്രമൊക്കെ ഇങ്ങനെ പ്രത്യേകിച്ച് പുറമേ ഉള്ള ഒരു കാര്യങ്ങൾക്കും പോകാതെ ഈസ്റ്റർ ആഘോഷിക്കുക, ദുഃഖവെള്ളി ആഘോഷിക്കുക, പെസഹ വ്യാഴത്തിന് അപ്പം ഉണ്ടാക്കുക, തിന്നുക, ഇതൊക്കെയുള്ള ആഘോഷങ്ങൾ ലോകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ക്രൂശിന്റെ വഴി എന്ന് പറഞ്ഞ് കഷ്ടാനുഭവ ആഴ്ചകൾ ആഘോഷിക്കാറുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ എന്താകുന്നു യേശുവിന്റെ ക്രൂശില് അവനിങ്ങനെ പാടുപെടാനുള്ള കാരണം? യേശുവിന് വേണമെങ്കിൽ ഒറ്റ നിമിഷം കൊണ്ട് അങ്ങ് മരിച്ചുകൂടെ? യേശു തമ്പുരാൻ എന്തിനാ ഇങ്ങനെ കഷ്ടം അനുഭവിച്ചത്? ദൈവത്തിന് സ്തോത്രം. യേശുവിന്റെ കഷ്ടാനുഭവങ്ങൾ എന്തിനെന്ന് ചോദിച്ചാൽ ഒരുപാട് വിഷയങ്ങളുണ്ട്. 2 വിഷയങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക. ഒന്ന്, എബ്രായ ലേഖനം 2:10 വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇപ്രകാരം ലേഖനകർത്താവ് പറയുന്നു, സകലത്തിന്റെയും ലാക്കം കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ തന്റെ രക്ഷാനായകൻ കഷ്ടാനുഭവങ്ങളാൽ തികയുന്നത് യുക്തം. ഞാനും നിങ്ങളും ദൈവതേജസ് നഷ്ടപ്പെട്ട് പാപത്തിന്റെ പിടിയാൽ വഷളായിപ്പോയി ലോകത്തിന്റെ അധമപാതാളത്തിൽ വീണ് കിടക്കുമ്പോൾ ആ പാതാളത്തിന്റെ ചെളിക്കുട്ടിൽ നിന്ന്, പാപത്തിന്റെ ചെളിക്കുണ്ടിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ തേജസ് നമ്മിലേക്ക് മടക്കി തരുക യേശു തമ്പുരാൻ രക്ഷാനായകൻ കഷ്ടാനുഭവങ്ങളാൽ തികയുന്നത് യുക്തമായിരുന്നുവെന്ന് ബൈബിൾ നമ്മെ ഓർപ്പിക്കുന്നു. എന്തിനാണ് യേശു കഷ്ടം അനുഭവിച്ചതെന്ന് ചോദിച്ചാൽ, ഒന്നാമത് നമ്മെ തേജസ്സുള്ളവരാക്കി തീർക്കുവാൻ, ആ തേജസ്സിന്റെ മാർഗത്തിൽ നമ്മെ കൊണ്ടുവരുവാൻ യേശു തമ്പുരാൻ കഷ്ടം അനുഭവിപ്പാനിടയായി. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ഇന്ന് രാത്രിയിൽ എന്റെ വാക്ക് അവസാനിപ്പിക്കുക. പ്രവാചകനായ യെശയ്യാവിന്റെ പ്രവചന ഭാഗത്തേക്ക് വരുമ്പോൾ ആ വാക്യം ഒന്ന് വായിച്ചട്ടെ. 53-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം കൂടെ നമുക്ക് വായിക്കാം. യെശയ്യാ പ്രവചനം 53-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം വായിച്ചട്ടെ. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യമുണ്ട്. യേശു തമ്പുരാൻ കഷ്ടം അനുഭവിച്ചത് എന്തിനാ? യേശു തമ്പുരാൻ ക്രൂശിൽ ഇങ്ങനെ കഷ്ടം അനുഭവിച്ചത് വേണമെങ്കിൽ ഒരു സുഖനിദ്രയായിട്ട് മരിക്കാമായിരുന്നു, അല്ലേ? എന്നാൽ അങ്ങനെയല്ല മരിച്ചത്. അവൻ കഷ്ടമേറ്റ്
മരിച്ചു. ഒന്ന്, അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുവാൻ, എന്നെയും നിങ്ങളെയും ദൈവ തേജസ്സിന് പങ്കാളിയാക്കുവാൻ അവൻ കഷ്ടം അനുഭവിച്ചു. രണ്ടാമതായി പ്രവാചകനായ യെശയ്യാവ് അവിടെ ഇപ്രകാരം പറയുന്നു, നമ്മുടെ അതിക്രമങ്ങൾ മുഴുവൻ നമ്മിൽ നിന്ന് നീക്കപ്പെടണം. രണ്ട്, നമ്മുടെ അകൃത്യങ്ങൾ മുഴുവൻ നമ്മിൽ നിന്ന് മായ്ക്കപ്പെടണം. അടുത്തതായി പറയുന്നു, സമാധാനത്തിനുള്ള ശിക്ഷയായിരുന്നു അത്. ഇന്ന് ഈ രാത്രികാലം ഞാൻ ദൈവമക്കളോട് പറയട്ടെ, എന്നെ കേൾക്കുന്ന ശ്രവിക്കുന്ന ശ്രോതാക്കളെ, പ്രിയപ്പെട്ടവർ, ഒരുപക്ഷെ നിങ്ങൾ റോഡിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഭവനാങ്കണത്തിലായിരിക്കാം, ദൂരെ നിന്നായിരിക്കാം കേൾക്കുന്നത്. സമാധാനമില്ലാത്ത ജീവിതമല്ലേ നയിക്കുന്നത്? മദ്യപാനത്താൽ നിന്റെ ഭവനത്തിന്റെ സമാധാനം നഷ്ടപ്പെട്ടില്ലേ? ദുർമാർഗ ജീവിതത്താൽ സമാധാനം നഷ്ടപ്പെട്ടില്ലേ? കാൽവറിയിലെ യേശു തമ്പുരാൻ നിന്റെ സമാധാനത്തിനുള്ള ശിക്ഷ അവൻ ഏറ്റുവാങ്ങുകയുണ്ടായി. അവന്റെ കഷ്ടത നിന്റെ സമാധാനത്തിനാകുന്നു. സമാധാനമില്ലാത്ത ജീവിതമേ, ഇന്ന് രാത്രിയിൽ കാൽവറി നിന്നെ വിളിക്കുന്നു. അതിലൂടെ ഒരു നിത്യമായ സമാധാനമുണ്ട്. യേശു തമ്പുരാൻ ഒരിക്കൽ പറഞ്ഞില്ലേ, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെയല്ല. ലോകത്തിന് തരുവാനും എടുക്കുവാനും കഴിയാത്ത നിത്യമായ സമാധാനം ലോകത്തിന്റെ മുൻപാകെ അവതരിപ്പിച്ച, ആ കാഴ്ചവെച്ച ദൈവപുത്രനായ ക്രിസ്തു, അവൻ നമുക്ക് സമാധാനം തരുവാൻ സ്വന്തം ശരീരത്തിൽ കഷ്ടം അനുഭവിച്ചു. അവസാനമായി നാം വായിച്ചത്, അവന്റെ അടിപ്പിണരാ, അവന്റെ പുറത്ത് റോമൻ പടയാളികൾ ചാട്ടവാർ ആഞ്ഞടിച്ചിട്ട് വലിച്ചു പറിക്കുമ്പോൾ കാളകൾ ഉഴുതുമറിച്ച കണ്ടം പോലെ അവന്റെ പുറം കീറി വരുവാൻ കാരണം എന്റെയും നിങ്ങളുടെയും രോഗങ്ങളുടെ സൗഖ്യത്തിന് വേണ്ടി കൂടെയായിരുന്നു. എന്തിനാണ് യേശു കാൽവറിയിൽ മരിച്ചത്? നമ്മുടെ രോഗങ്ങളെ സൗഖ്യമാക്കുക, നമ്മുടെ അകൃത്യങ്ങൾ നീക്കിക്കളയുക, നമ്മുടെ അതിക്രമങ്ങൾ മായ്ച്ചു കളയുക, നമുക്ക് സമാധാനം നൽകുക. നാം വായിച്ച കുറിവാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരുമ്പോൾ ഇപ്രകാരമാണ് യേശുവിനെ പറ്റി പറയുന്നത്, ഇരുന്നവനും ഇരിക്കുന്നവനും വരുന്നവനുമായ സർവശക്തിയുള്ള കർത്താവ്, ഐ ആം ആൽഫ ആൻഡ് ഒമേഗ, ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു. ആദ്യനും അന്ത്യനുമായ ക്രിസ്തു ഇരുന്നവനായിരുന്നു. മുൻപവൻ ആരായിരുന്നു? നിത്യതയിൽ പിതാവിന് സമനായി സ്വർഗത്തിൽ ഉണ്ടായിരുന്നു. മനുഷ്യന്റെ വേഷത്തിൽ, ദാസന്റെ രൂപത്തിൽ താണലോകത്തിലേക്ക് വന്നു. മനുഷ്യന്റെ അകൃത്യങ്ങൾ കഴുകുവാൻ, അവനെ തേജസ്സിലേക്ക് നടത്തുവാൻ, ദൈവരാജ്യത്തിന് അവനെ യോഗ്യനാക്കുവാൻ, അവന്റെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ മരിക്കുവാനിടയായി. ഇന്ന് രാത്രിയിൽ ഈ കൂടിവരവും അതിനെ പ്രതീക്ഷിച്ചുള്ളതാണ്. യേശു തമ്പുരാൻ മടങ്ങി വരുമ്പോൾ അവന്റെ സന്നിധിയിൽ ചെന്ന് ചേരണമെന്നുള്ള പ്രത്യാശയോടെ ഇന്ന് രാത്രിയിലും ദൈവം നമുക്ക് തന്ന ഈ മനോഹര അവസരത്തിനായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാ. കൂടി വന്ന ദൈവമക്കളെ, നമ്മൾ ഭാഗ്യശാലികൾ. ദൈവത്തിന്റെ കൃപയാൽ ആ വീണ്ടെടുപ്പ് നമുക്ക് ലഭിച്ചു. ദൈവത്തിന്റെ കൃപയാൽ അകൃത്യങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിച്ചു. ദൈവത്തിന്റെ കൃപയാൽ അതിക്രമങ്ങളിൽ നിന്ന് മോചനം പ്രാപിച്ചു. ദൈവസന്നിധിയിൽ വരുവാൻ, ദൈവത്തെ സ്തുതിപ്പാൻ, ദൈവത്തെ പാടി ആരാധിപ്പാൻ ദൈവം ഭാഗ്യം ചെയ്തു. ഏറ്റവും ഒടുവിൽ നാം വായിച്ച വാക്യത്തിൽ വായിച്ചല്ലോ, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യമുണ്ട്. ഒരു നിമിഷം നമുക്ക് കണ്ണുകളെ അടയ്ക്കാം. ഇന്ന് രാത്രിയിൽ ദൈവസന്നിധി വന്നിരിക്കുന്ന ദൈവമക്കളോട് എനിക്ക് പറയുവാനുള്ളത്, സമാധാനമില്ലാത്തവരായിട്ട് ആരെങ്കിലും ഇവിടെ ഉണ്ടോ? സമാധാനം നൽകുവാൻ, സമാധാനത്തിന്റെ മാർഗമായി യേശു തമ്പുരാൻ നമ്മുടെ മധ്യത്തിലുണ്ട്. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടയട്ടെ. അല്പം ചില നിമിഷങ്ങൾ നമുക്ക് പ്രാർത്ഥനയ്ക്കായി ദൈവസന്നിധിയിൽ നമുക്ക് നമ്മെ സമർപ്പിക്കുക. ഇവിടെ ഇപ്പോൾ ആരും മൗനമായിരിക്കരുത്. ഈ മീറ്റിംഗിന്റെ സമാപന സമയമാകുന്നു. ഇന്ന് ദൈവം തന്റെ സ്നേഹത്താലാണ് ദൈവസന്നിധിയിൽ നമ്മെ കൊണ്ടുവന്നത്. പ്രകൃതിയുടെ പ്രതികൂലമുണ്ടെങ്കിലും ദൈവത്തിന്റെ സ്നേഹം നമ്മെ നിർബന്ധിച്ച് ദൈവസന്നിധിയിൽ കൊണ്ടുവന്നു. അത് യാദർച്ഛികമല്ല. ദൈവത്തിന് നമ്മെക്കുറിച്ച് ഒരു നല്ല പ്ലാൻ ഉണ്ടായിരുന്നു. ഇന്ന് രാത്രിയിൽ അനുഗ്രഹത്തിന്റെ കരവുമായി മനുഷ്യവർഗത്തിന്റെ മേലുണ്ടായിരുന്ന ശാപത്തെ നീക്കി അബ്രഹാമിന്റെ സന്തതിയിലൂടെല്ല സകല മനുഷ്യരും അനുഗ്രഹിക്കപ്പെടണമെന്നുള്ള വാഗ്ദത്തം നിവർത്തിക്കുവാൻ ഇന്ന് രാത്രിയിലും മശിഹ നമ്മുടെ മധ്യത്തിലുണ്ട്. ക്രൂശിക്കപ്പെട്ടവനായി, ഉയർത്തെഴുന്നേറ്റവനായി, തേജസ്കരിക്കപ്പെട്ടവനായി നമ്മുടെ കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ട്. എല്ലാ കണ്ണുകളും അടയട്ടെ. അല്പം ചില നിമിഷങ്ങൾ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. എല്ലാവരുടെ അധരങ്ങളുടെ സ്തുതിയുടെ ശബ്ദം കേൾക്കട്ടെ. സ്തുതി എവിടെയുണ്ടോ അവിടെ ദൈവ സാന്നിധ്യം ഇറങ്ങി വരും. സ്തുതി എവിടെയുണ്ടോ അവിടെ ദൈവ സാന്നിധ്യം ഇറങ്ങി വരും. സ്തുതി എവിടെയുണ്ടോ അവിടെ വിടുതലിന്റെ കാര്യം ഇറങ്ങി വരും. ഇന്ന് രാത്രിയിൽ പരിശുദ്ധനായ ദൈവം, കരുണയുള്ളവനായ ദൈവം, അത്ഭുതങ്ങൾ ചെയ്യുന്നവനായ ദൈവം നമ്മുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു. ഈ പന്തൽ കീഴിലിരിക്കുന്ന ചിലരെ കർത്താവിന്റെ കണ്ണ് കണ്ടുകൊണ്ടിരിക്കുകയാ. ഈ പന്തൽ കീഴിലിരിക്കുന്ന ചിലരെ കർത്താവിന്റെ കരം ഇത് സ്പർശിക്കാൻ പോവുകയാകുന്നു. ബലപ്പെടുത്തുന്ന കരം. കഴിഞ്ഞ ബുധനാഴ്ച രാത്രിയിൽ ഞാൻ ശരീരത്തിൽ ചില വിധമായ കഷ്ടങ്ങളാൽ ബലഹീനപ്പെട്ടിരിക്കുമ്പോൾ ഒന്ന് നിവർന്നു നിൽക്കുവാൻ, എഴുന്നേറ്റ് നിൽക്കുവാൻ ഞാൻ ഈ മീറ്റിങ്ങിന് വന്ന് സമ്മതിക്കുമോ എന്ന് പോലും ചിന്തിച്ച സാഹചര്യം. അർദ്ധരാത്രി 2 മണിയായപ്പോൾ ദൈവത്തിന് സ്തോത്രം, എൻ്റെ റൂമിൽ ആരുമില്ല, സഹായിപ്പാൻ ആരുമില്ലാത്ത അവസ്ഥയിൽ ഞാൻ വളരെ ബലഹീനനായി, അല്പമല്ലാത്ത ദുഃഖങ്ങൾ ഹൃദയത്തിൽ നിറഞ്ഞവനായിരിക്കുമ്പോൾ എൻ്റെ റൂമിനകത്തേക്ക് ഈ മുട്ടിന് താഴേക്കുള്ള ഒരു കൈ രൂപം ഇങ്ങനെ ഇറങ്ങി വരുന്നതായി കണ്ടു. ആ കൈ എൻ്റെ തോളിലേക്ക് സ്പർശിച്ചിട്ട് എൻ്റെ ശരീരം ആകമാനം ഒന്ന് തഴുകുവാനിടയായി. പെട്ടെന്ന് എൻ്റെ ശരീരത്തിന് മാറ്റമുണ്ടായി. ഉടനെ ഞാൻ ചാടി എഴുന്നേറ്റു.
ആ രാത്രി മുഴുവൻ ഇരുന്ന് പ്രാർത്ഥിപ്പാ. ആ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന കരം എന്നെ ബലപ്പെടുത്തി, എന്റെ ക്ഷീണങ്ങൾ മാറ്റി. ഇന്ന് രാത്രിയിൽ ഈ പന്തലിന്റെ മധ്യത്തില് തേജസ്കരിക്കപ്പെട്ട ഒരു കരം ഇറങ്ങി വന്നിരിക്കുന്നു. ആ കരം ചിലരെ തൊടാൻ പോവുകയാകുന്നു. ആ കരം ചിലരെ സ്പർശിക്കാൻ പോവുകയാ. ആ കരത്തിന്റെ സ്പർശനം ഇന്ന് രാത്രിയില് ഈ ദേശത്ത്, ഈ പുറമറ്റം ദേശത്തിലെ വിടുവിക്കുവാൻ വേണ്ടി സ്വർഗത്തിൽ ഇതാ ഒരു കരമിറങ്ങി വന്നിരിക്കുന്നു. ആത്മാവിന്റെ നേത്രങ്ങൾ തുറക്കട്ടെ, ബാഹ്യമായ കണ്ണുകൾ അടയട്ടെ, വിശ്വാസത്തിന്റെ കണ്ണുകൾ തുറക്കട്ടെ. ഹല്ലേലൂയ. ദൈവശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കട്ടെ. ഇന്ന് രാത്രിയിൽ വെളിച്ചമായ ക്രിസ്തു നമ്മുടെ മധ്യത്തിൽ പ്രകാശിക്കാൻ പോവുകയാ. വെളിച്ചമായ ക്രിസ്തു നമ്മുടെ മധ്യത്തിൽ പ്രകാശിക്കാൻ പോകുന്നു. ഇന്ന് രാത്രിയിൽ ആ ദൈവത്തിന്റെ ശഖൈന ഗ്ലോറി, ആ തേജസ് നമ്മുടെ മധ്യത്തിൽ ഇറങ്ങി വരട്ടെ. തേജസ്സുള്ള ഒരു കരത്തെ ഞാൻ കാണുന്നു. എത്ര പേർക്ക് അത് കാണുവാൻ കഴിയുന്നു? ഹൃദയത്തിലേക്ക് ആ കരമിറങ്ങി വരട്ടെ. ദൈവശക്തിയുടെ വ്യാപാരം ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ ആത്മാവ് എവിടെയുണ്ടോ അവിടെ സ്വാതന്ത്ര്യമുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവിന് പ്രവർത്തിക്ക് ഇടം കൊടുക്കാം. എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ടെ. പിൻപിൽ കസാരയിൽ ഇരിക്കുന്നവരൊക്കെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. കണ്ണുകൾ തുറന്നിരിക്കാതെ ഇരിക്കുന്ന സ്ഥലത്തിരുന്ന് കർത്താവിനെ വിളിക്കുവീൻ. ഹല്ലേലൂയ. ദൈവശക്തിയുടെ വ്യാപാരം ഉണ്ടാകട്ടെ. ആത്മശക്തിയുടെ പ്രവാഹം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ഈ നദി ഒഴുകി ചെല്ലുന്നിടത്ത് ചലിക്കുന്ന സകല പ്രാണികളും ജീവിക്കും. നിന്റെ ബലഹീനതയെ മാറ്റുക. ഇന്ന് രാത്രിയിൽ നീ ബലഹീനനായിരിക്കുമ്പോ നിന്നെ ബലപ്പെടുത്തുക. ദൈവത്തിന്റെ കൃപ ഇവിടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാ. ദൈവത്തിന്റെ തേജസ്, ദൈവത്തിന്റെ ഗ്ലോറി ഈ രാത്രിയിൽ ഇവിടെ വ്യാപരിച്ചു വരട്ടെ. ആത്മശക്തി ഇടം കൊടുക്കാം. ആത്മശക്തി ഇടം കൊടുക്കാം. ദൈവത്തിന്റെ തേജസ്സിന് നമുക്ക് നിറയപ്പെടാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നാം ഈ ആരാധനയുടെ പ്രാരംഭത്തില് പാടി സന്തോഷിച്ച പാട്ടിന്റെ ചില ചരണങ്ങൾ നമുക്ക് വീണ്ടും ഒരിക്കൽ കൂടെ പാടാം. ദൈവത്തിന്റെ തേജസ് ഇന്നിവിടെ പ്രകാശിക്ക വേണം. വെളിച്ചമായി വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു. ദൈവത്തിന്റെ ആത്മാവ് ഉള്ളിലാകുമ്പോ നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് ആ പാട്ടിന്റെ അടികൾ നമുക്ക് ചേർന്ന് പാടാം. ദൈവത്തിന്റെ തേജസ് ഇന്നിവിടെ, ദൈവത്തിന്റെ തേജസ് പ്രകാശിക്കവേ. ദൈവമക്കൾ കരങ്ങളടിച്ച് പാടിയാട്ടെ. ആത്മശക്തിയോടെ പാടിയാട്ടെ. ആത്മാവിന്റെ ഒരു നദി ഒഴുകി വരട്ടെ. എല്ലാ അന്ധകാരവും പാപത്തിന്റെ എല്ലാ അന്ധകാരവും എല്ലാ ഒരു വെളിച്ചം നമ്മുടെ മധ്യത്തിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. എല്ലാ ഉള്ളത്തിൽ നീങ്ങി പോകട്ടെ. വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു. വെളിച്ചങ്ങൾ വീശുന്നു. ആത്മശക്തിയോടെ പാടിയാട്ടെ. ആത്മാവിനെ പ്രവർത്തിക്കാൻ ഇടവരുക്കി കൊടുത്താട്ടെ. ദൈവത്തിന്റെ വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു. ആത്മാവിന്റെ ബലത്താൽ രോഗങ്ങൾ മാറട്ടെ, പാപശക്തികൾ ഓടിപ്പോകട്ടെ. ഈ ദേശത്തിന്റെ വ്യാപരിക്കുന്ന അന്ധകാരം ഓടി മറയട്ടെ. യേശുവിന്റെ നാമത്തിൽ. വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു. വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു. ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോൾ, ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോൾ വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു. വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു. ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോൾ, ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോൾ വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു. വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു. ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോൾ, ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോൾ വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു. വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു. ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോൾ, ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോൾ വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു. വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു. ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോൾ, ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോൾ, ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോൾ, ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോൾ, ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോൾ, ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോൾ. Hallelujah, hallelujah, hallelujah. Amen, 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 amen. Hallelujah. പ്രിയ മക്കളെ, ഈ ശാന്തമായ അന്തരീക്ഷത്തിൽ ഇത്രയും സമയം നമുക്ക് ദൈവം സ്നേഹിപ്പാനും ദൈവത്തിൽ സന്തോഷിപ്പാനും ദൈവത്തെ സ്നേഹിപ്പാനും കഴിഞ്ഞു. ആകയാൽ എല്ലാവരും ആ അടികൾ ഒന്നുകൂടെ ചേർന്ന് പാടി ദൈവസ്നേഹത്താൽ നിറഞ്ഞ്
സന്തോഷം പ്രാപിച്ച് ഒരു പുതിയ അനുഗ്രഹത്തോട് ഈ രാത്രികാലം നാം മടങ്ങി പോകുന്നവരായി തീരണം. വന്നതുപോലെ ആരും മടങ്ങി പോകാൻ പാടില്ല. ക്രിസ്തുവിൽ വരുമ്പോൾ പ്രാപിക്കേണ്ട എല്ലാ അനുഗ്രഹങ്ങളെയും പ്രാപിച്ച് നാം മടങ്ങി പോകുന്നവരായി തീരണം. ആർക്കെങ്കിലും ഈ അനുഗ്രഹം ലഭിക്കാതിരിക്കുന്നുവെങ്കിൽ തീർച്ചയായും നിങ്ങളെ അനുഗ്രഹിപ്പാൻ യേശു നിങ്ങളുടെ അടുക്കലുണ്ട്. വിശ്വാസത്തോട് പാടുക. വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു. വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു. ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോൾ, ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോൾ വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു. വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു. ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോൾ, ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോൾ വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു. വെളിച്ചങ്ങൾ വീശുന്നു, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുന്നു. ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Hallelujah, hallelujah, amen. Oda bala bala bakara bala 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 jina, oda bala 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 jina bala bala jina, amen, amen. Hallelujah. കേൾക്കപ്പെട്ടതായ ദൈവത്തിന് മുൻപാകെ നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കുക. വെളിപ്പാട് 1 അധ്യായം 8 വാക്യത്തെ ആസ്പദമാക്കി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ രാത്രികാലം നമ്മോട് തന്റെ ദാസങ്ങളോട് സംസാരിക്കുകയുണ്ടായല്ലോ. ഞാൻ അൽഫയും ഒമേഗയുമാകുന്നു, മാത്രമല്ല ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായ സർവശക്തിയുള്ള ദൈവം അരുളി ചെയ്യുന്നതായ വിലപ്പെട്ടതായ വചനങ്ങളെ കുറിച്ച് ഈ രാത്രികാലം നാം കേട്ടുവല്ലോ. കർത്താവായ യേശുവിന്റെ ജനനം, മരണം, ഉയർത്തെഴുന്നേൽപ്പ് ഇതിനു വേണ്ടിയായിരുന്നു എന്നുള്ളത് നാം സവിസ്തരമായി കേൾക്കുകയുണ്ടായി. മുഴുവൻ മനുഷ്യവർഗത്തിന്റെയും രക്ഷയ്ക്ക് വേണ്ടി കർത്താവായ യേശു കാലുൽക്രൂശിയാഗമായി തീർന്നു. ആകയാൽ ഈ രാത്രികാലം വചനം കേട്ട ആരെങ്കിലും രക്ഷിക്കപ്പെടാത്തിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായി അദൈവനത്തിന് നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കുന്നവരായി തീരണം. ഈ വചനം വെച്ച് ന്യായം വരിക്കുന്ന ഒരു ന്യായവിധി ദിവസം ഉണ്ടെന്ന് ഓർത്തുകൊള്ളുക. ആ ദിവസത്തിൽ കർത്താവിന് മുൻപാകെ ധൈര്യത്തോടെ നിൽക്കണമെങ്കിൽ നാം ദൈവന പ്രകാരം ജീവിക്കുന്നവരായി കാണപ്പെടണം. അതിനായി വീണ്ടും ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മെ താഴ്ത്തി സമർപ്പിച്ച് സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എല്ലാവരും നന്ദിയോട് കരങ്ങളെ ഉയർത്തി സ്തോത്രം ചെയ്യുക. സ്തോത്രം, 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 സ്തോത്രം.